ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസിയാണ്. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ ഇരുന്നാൽ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു വലിയ അനുഗ്രഹമായി തീരും. കർത്താവിൻ്റെ ദാസിയെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തുകൊണ്ട്? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞാട്ട്. ഓക്കെ, എൻ്റെ പേര് ശ്രീജ ഷിബു എന്നാണ്. ഞങ്ങൾ പാസ്റ്ററും കുടുംബമാണ്. ദൈവാലയ നിമിത്തം ഇടുക്കിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളുടെ നേറ്റീവ് പ്ലേസും ഇടുക്കി തന്നെയാണ്. ഹസ്ബൻഡ് പാസ്റ്ററാണ്. അപ്പോൾ എൻ്റെ വീടും ഇടുക്കി തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇടുക്കിയിൽ പല ഭാഗത്താന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഇടുക്കിക്കാരാണ്. ദൈവങ്ങളുടെ ബന്ധത്തിലും ഞങ്ങൾ നിൽക്കുന്ന ഇടുക്കി തന്നെയാണ്. 3 കുഞ്ഞുങ്ങൾ. കർത്താവ് സഹായിക്കട്ടെ. ആ ദേശത്ത് കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. കർത്താവിലേക്ക് കടന്നു വന്ന വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ആഗ്രഹമുണ്ട്. അതിനായി ഞാൻ യേശുവിന്റെ സമയം തരികയാണ്. അതിനു മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഞങ്ങളുടെ സാന്നിധ്യവും ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം കേൾക്കുവാനുള്ള എല്ലാ ദൈവകൃപയും പ്രേക്ഷകർക്കെല്ലാം കർത്താവ് കൊടുക്കണമേ. കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദാസ്യ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളാ ഒക്കെ സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയരുവാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സിസ്റ്റർ, പ്രൈസ് ലോർഡ്. ഇനിയുള്ള സമയമേ ഞാൻ ദൈവദാസിക്ക് നൽകി തരികയാണ്. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക ജോയ്സ് ടി വിയിലൂടെ എനിക്കും ഇന്ന് ഈ പകൽവേളയിൽ കടന്നു വരുവാൻ കർത്താവ് എനിക്ക് തന്ന ദൈവിക അനുഭവങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയാനൊക്കെ ഇങ്ങനെ ഒരു മീഡിയ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം ഒരുക്കി തന്നത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. അതിന് മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ജോയ്സ് ദേവദാസി ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അനുഭവം ഈ മീഡിയയിലൂടെയൊക്കെ നമുക്ക് ലഭിച്ചത് ഏറ്റവും അനുഗ്രഹമാണ്. കാരണം അവൻ ഒരു മനുഷ്യൻ മറ്റൊരു സാക്ഷ്യത്താൽ ഒരു സാക്ഷി മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സാക്ഷ്യം ഒരു പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിന് അത് പ്രയോജനമാകുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇങ്ങനെ അനുഭവം ഉണ്ടാക്കി തന്ന കർത്താവിനും അപ്പോൾ തന്നെ ഇതിന് മുഖാന്തരമായി തീർന്ന ജോയ്സ് ടി വി ചാനലിനോടുമുള്ള കൃത്യമായിട്ടുള്ള എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അവൻ ഈ സമയം ഓർപ്പിക്കുന്നു. ദൈവാത്മാവ് അവൻ നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ശ്രീജ ഷിബു എന്നാണ്. എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഞങ്ങൾ കർത്താവിന്റെ നാമനിമിത്തം ഇടുക്കിയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. 3 കുഞ്ഞ്, 2 പെൺമക്കളും 1 ആൺകുഞ്ഞുമാണ് എനിക്കുള്ളത്. ആമേൻ. ദൈവവേലയിൽ ശക്തമായി തന്നെ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നു. കർത്താവ് ഞങ്ങളെ നിലനിർത്തുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ജീവിത അനുഭവത്തിന്റെ അകത്തൂടെ നടന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രത്തോളം കരുത്തോടെ ബലത്തോടെയൊക്കെ നിൽക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇന്നിന്റെ ജീവിത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും അനുഭവമായിട്ട് പറയാൻ ഇല്ലെന്നല്ല, ഉണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു ജീവിതത്തിനകത്തൂടെ അനുഭവിച്ച തിക്തമായ ചില അനുഭവങ്ങളാണ് ഇന്നത്തെ കർത്തൃവേലയെ ഞങ്ങൾ ശക്തമായിട്ട് നിർത്തുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ബാല്യകാലമൊക്കെ തുടരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പേരൻസിനെ കുറിച്ചും ഗ്രാൻഡ് പേരൻസിനെ കുറിച്ചും ഒരു വാക്ക് പറയാതെ എനിക്ക് എൻ്റെതായ സാക്ഷ്യത്തിലേക്ക് എനിക്ക് കടക്കാൻ കഴിയത്തില്ല. കാരണം അവര് ആ നിലകളിൽ നിന്നതുകൊണ്ടാണ് എനിക്കൊരു സാക്ഷ്യമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ മാറുവാനായിട്ട് ഇടയായി തീർന്നത്. എനിക്ക് പ്രത്യേകിച്ച് സുവിശേഷം കേട്ടോ ഇനി വചനം കേട്ടോ അത്ഭുതം കണ്ടോ ഒന്നും ദൈവസന്നിധിയിൽ വന്നതല്ല. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിനകത്ത് 3ാം തലമുറക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിനകത്ത് എനിക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ക്രിസ്ത്യൻ കുടുംബത്തിനകത്ത് തന്നെ എനിക്ക് ജനിക്കാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. പക്ഷേ ദൈവാത്മാവ് ഒരു ഭക്തനെ അല്ലെങ്കിൽ ഒരു ഭക്തിയെ തന്റെ ജീവിതത്തിനകത്ത് ശക്തമായി നിലനിർത്തുന്നതിന് ഒരുപാട് അനുഭവത്തിനകത്തൂടെ പിന്നീടാണെങ്കിലും ദൈവം അതിനെ കടത്തിവിടുമെന്നുള്ളത് തീർച്ചയാണ്. ഒരുപക്ഷെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു ക്രിസ്ത്യൻ
ക്രിസ്ത്യൻ പശ്ചാത്തലത്തിനകത്ത് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിനകത്ത് നിന്നുകൊണ്ടാണ് എന്റെ വല്യമ്മച്ചി മിലിച്ചയൊക്കെ ഈ ഒരു മേഖലയ്ക്ക് അകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോ അവര് ഞങ്ങൾക്ക് കൈമാറി തന്ന ആ യേശുവിനെ അത് അടുത്തൊരു ജനറേഷനിലേക്ക് തുറന്ന് കാണിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഈ കസാര നിങ്ങൾക്ക് മധ്യത്തിൽ അഭിമുഖമായിട്ട് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. കാരണം ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇടുക്കിയെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എല്ലാവരുടെയും ഒരു അറിവിനനുസരിച്ച് ഇടുക്കിയെ നോക്കിയാൽ ഇടുക്കി എന്റെ ദേശത്തെ കുറിച്ചും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്റെ ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല, എന്റെ സ്വന്തം പേരൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ 3 ഘട്ടം കടന്നാൽ മാത്രമാണ് ഞാൻ പറയുന്ന സാക്ഷ്യത്തിനകത്ത് അതിന്റെ എഫക്ട് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം പറയുന്നത്. ഒരു പക്ഷേ ഈ കസേരയ്ക്കകത്ത് ഇങ്ങനെ ഒരു ചാനൽ അന്ന് അവൈലബിൾ ആയിരുന്നെങ്കിൽ എന്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വന്ന് പറയുന്ന സാക്ഷ്യം എന്ന് പറയുന്ന എക്സ്ട്രീം ലെവലിലുള്ള സാക്ഷ്യമായിരിക്കും. കാരണം നമുക്കൊന്നും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആർക്കും ഇമേജിൻ പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ജീവിതാനുഭവങ്ങൾ അവർക്ക് കൈമാറാനുണ്ട് എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. അവരുടെ നാവായിട്ടാണ് ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. കാരണം അവർക്ക് പറയാനുള്ള ഒരുപാട് കഥകൾ അവരുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനകത്ത് ഇങ്ങനെ ഒരു TV ചാനലോ ഇങ്ങനെ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ മാധ്യമത്തിലൂടെയോ ഒന്നും നമുക്ക് വരാൻ കഴിയാത്ത ഒരുപാട് പരിമിതികളുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ജീവിച്ചിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇടുക്കിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാലും എൻ്റയർലി ഡിഫറെന്റ് ആണ് മറ്റു പ്ലേസസിനേക്കാൾ, മറ്റ് ഡിസ്ട്രിക്റ്റിനേക്കാളും ഇല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കാളൊക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണ് ഇവിടുത്തെ ജീവിത രീതി, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട ഒരു മിഡിൽ ഏറ്റവും പുവറായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഇത്രയും വരെ വന്ന് നിൽക്കാനായിട്ട് ഇടയായി തീർന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം കർത്താവിനോടുണ്ട്. അപ്പോൾ തന്നെ നന്ദിയുണ്ട് എനിക്ക് ദൈവത്തോട്. നന്ദി ദൈവത്തോടല്ലാതെ മറ്റാരോടും എനിക്ക് പറയാനില്ല. കാരണം അത്രമാത്രം എക്സ്ട്രീമില് ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ നിൽക്കാനായിട്ട് ഇടയായി തീരുന്നതെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പ്രത്യേകം എന്റെ ഗ്രാൻഡ് പേരൻസ് പ്രത്യേകം ഇങ്ങനെ ഒരു ഫാമിലിയുടെ നടുവില് ജനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. 7 മക്കളായിരുന്നു എന്റെ അമ്മ. അങ്ങനെ അവര് അടങ്ങിയ 7 മക്കളായിരുന്നു ഉണ്ടായിരുന്ന. ആ കാലഘട്ടത്തിൽ ഒരുപാട് പരിതാപകരമായിട്ടുള്ള ജീവിത അനുഭവത്തിനകത്തൂടാണ് അവർ കടന്നുപോയത്. ഒരുപക്ഷെ ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ മറ്റു പല രാജ്യങ്ങൾക്കകത്ത് നിന്ന് ഡിഫറെന്റ് ടൈം സോണുകളിൽ നിന്നുകൊണ്ട് തന്നെ കാണുന്നവരുണ്ട്, ഈ TV ചാനലിലൂടെ കാണുന്നവരുണ്ട്. ഡിഫറെന്റ് രാജ്യത്തിനകത്തൂടെ കൾച്ചറിനകത്തൊക്കെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇടുക്കി എന്നൊക്കെ പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെയൊക്കെ എല്ലാവർക്കും കരുതാനായിട്ട് സാധിക്കും. കാരണം അതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ജീവിക്കുന്ന അന്തേവാസികളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് പറയാനായിട്ടുണ്ട്. ആ കാടിനോടും മേടിനോടും അപ്പോൾ തന്നെ കാട്ടുമൃഗങ്ങളോടൊക്കെ മല്ലടിച്ച് ആ ഒരു ജീവിത ശൈലികൾക്കകത്ത് ഒരുപാട് മാറ്റം വരുത്തിയാണ് ഇന്ന് വരെ നിന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. അപ്പോൾ തന്നെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളാണ് അതെന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ കഷ്ടം സഹിക്കാൻ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിനകത്തൂടെ കടന്നു പോകാൻ ഒരുപാട് തലമുറകൾ ബന്ധപ്പാട് കാണിക്കുമ്പോൾ ഇല്ലെങ്കിൽ നിരുത്സാഹം കാണിക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നന്നായിട്ട് തന്നെ അതിന്റെ അകത്ത് നിന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഒരുപാട് ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന മക്കൾ എഴുന്നേറ്റാൽ ഒത്തിരി നല്ലതാണെന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കാരണം അവരുടെ പകരം അവർക്ക് ഒരു നാവായിട്ട് നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആദ്യമായ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിനകത്ത് വരുമ്പോ എനിക്കറിയാം ഇന്നിപ്പോ ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷെ ഇല്ലെങ്കിൽ ഇടുക്കി ജില്ലക്കകത്ത് ഞാൻ പാർത്ത സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ ജനിച്ച സ്ഥലം പോലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ പോലും കാണാൻ കഴിയുമോ എന്ന് അത്രമാത്രം ഈ മലമടുക്കുകൾ ഏറ്റവും വലിയ മലയുടെ മുകളിൽ എന്നതുപോലെയായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ പോലും ചിലപ്പോൾ സെർച്ച് ചെയ്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രമാത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെയാണ്. പക്ഷെ നേരത്തെ ഒരു കാലഘട്ടത്തിൽ ഇരുളടഞ്ഞ അല്ലെങ്കിൽ കാട് പിടിച്ച അങ്ങനെ ഒരു അനുഭവത്തിന്റെ നടുവിൽ കിടക്കുമ്പോഴാണ് എന്റെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ അവിടെ വരികയും അങ്ങനെ അവര് സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അധ്വാനിക്കണമെങ്കിൽ രാവിലെ 8 മണിക്ക് അധ്വാനത്തിന് വേണ്ടി ഇറങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ മറ്റുള്ളവരുടെ പറമ്പിലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് അവിടുന്ന് അവരന്നൊക്കെ കാശല്ല കൊടുക്കുന്നത്, ചിലപ്പോൾ നെല്ലൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അങ്ങനെ ധാന്യങ്ങളായിരിക്കും കൊടുത്തു വിടുന്നത്. നമുക്ക്
എല്ലാം എനിക്കറിയത്തില്ല. പിന്നെ അവർ പറഞ്ഞു കേട്ട ചില കേൾവികൾ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പക്ഷെ അന്നും അവര് തളരാതെ പതറാതെ ദൈവസേനയിൽ നിന്ന ഒരു ചരിത്രം എനിക്ക് പറയാനുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അവർ നന്നായി നിന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ സമയത്തിനകത്ത് എനിക്ക് ശക്തമായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നെന്ന് എനിക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. ആ 7 മക്കളെയും വളർത്തി അവര് ശക്തമായ നിലകളിൽ ഒരു ജീവിത രീതികൾ അകത്ത് കയറി വരുമ്പോഴാണ് സ്തോത്രം. പ്രത്യേകാല ഈ ഒരുപാട് ഈ മലയൊക്കെ ഇറങ്ങി താഴ്വാരത്തിൽ ചെന്ന് ജോലി ചെയ്ത് അതുവരെയും ജോലി ചെയ്തിട്ട് വീണ്ടും കയറി വന്ന് തിരിച്ചു കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ടയർനെസ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ പ്രാർത്ഥനകൾക്കോ ആരാധനകൾക്കോ ഒരു മുടക്കവും വരാതെ ഞങ്ങൾ കൊണ്ട് ചെല്ലുന്ന ഒരു പതിവ് രീതി അവർക്കുണ്ടായിരുന്നു. അവൻ ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ജീവിച്ചു. അവര് ബന്ധക്കോസുകാരായിരുന്നോ അതോ ഏത് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു? അതെ, യെസ്, BSc ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഞാൻ 3ാം തലമുറക്കാരി. CSIയോ? യെസ്. എന്താ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നിട്ട് ഞാനിത് 3ാമത്തെ തലമുറക്കാരിയാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായ വചനം കേട്ടത് കൊണ്ടോ ഇല്ലെങ്കിൽ അത്ഭുതം കണ്ടത് കൊണ്ടൊന്നും അല്ല. പക്ഷെ അവരെങ്ങനെയാണ് വിശ്വാസത്തിൽ കടന്നു വന്നതെന്ന് സിസ്റ്റർ പറഞ്ഞാട്ടോ. അവരെങ്ങനെയാണ് പേരൻസ് കടന്നു വന്നതെന്ന് പറഞ്ഞാട്ടോ. അവരോട് കൃത്യമായ ദൈവിക ഒരു ഇടപെടലുണ്ടായി. അപ്പോൾ തന്നെ ഉപദേശിമാർ അന്നത്തെ കാലഘട്ടത്തിൽ ട്രാക്ട് വിതരണം ഇങ്ങനെയൊക്കെ ചെയ്ത് ഭവന സന്ദർശനത്തിലൂടെയൊക്കെ അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും അവർ ഈ സത്യത്തെക്കുറിച്ച് വചനത്തെക്കുറിച്ച് തിരിച്ചറിയുകയും അവർക്ക് അന്നൊന്നും വചനം വായിക്കാനൊന്നുമില്ല. പക്ഷെ അവര് കൊടുത്ത ഈ വചനമൊക്കെ അവർ വായിച്ച് മനസ്സിലാക്കിയാണ് അവർ ഇതിനകത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് പിന്നീട് അവര് തുറന്ന മാർഗത്തിനകത്തൂടെ ഞാൻ യാത്ര ചെയ്തു. പിന്നീട് എന്റെ റിയാലിറ്റി, എന്റെ അനുഭവത്തിനകത്തൂടെ ദൈവം ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ പ്രത്യക്ഷത്തിൽ ഞാനൊരു അത്ഭുതം കണ്ടല്ല വന്നതെങ്കിലും എന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കർത്താവ് അതിനോട് അനുബന്ധിച്ച് കർത്താവ് എനിക്ക് ചെയ്തു തരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ മാതാപിതാക്കൾ അങ്ങനെ ജീവിച്ചു വരുന്ന ആ സാഹചര്യത്തിന്റെ നടുവിൽ പ്രാർത്ഥനകൾക്കോ ആരാധനകൾക്കോ ഒന്നും അവർ കുറവ് വരുത്തിയിരുന്നില്ല. അതാണ് എനിക്ക് എക്സ്ട്രാ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ്, നമുക്ക് എല്ലാ സൗകര്യമുള്ളപ്പോഴും കർത്താവിനെ ആരാധിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയൊക്കെ ഉള്ള സമയം വേർതിരിക്കുക എന്നുള്ളത് ചുരുക്കമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജനറേഷന്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അവര് ഭയങ്കരമായിട്ടും ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും അകത്തൊക്കെ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. അത് എന്നെയും പഠിപ്പിക്കുമായിരുന്നു. ആ ഒരു സമയത്തിനകത്ത് അധ്വാനിച്ചിട്ട് വന്നിട്ട് രാത്രി പാട്ട് പാടുമ്പോ ഈ പാട്ട് പാടുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. വെല്ലുമിച്ച് പാട്ട് പാടുന്നത് ഇങ്ങനെയായിരുന്നു: വൈഷമ്യമുള്ളേതുകുന്നും കര കേറി നടകൊള്ളുവാൻ, വൈഷമ്യമുള്ളേതുകുന്നും കര കേറി നടകൊള്ളുവാൻ, രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിടും, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോൽ ഓടിടും. അധ്വാനിച്ചിട്ട് കയറി വരുമ്പോഴും ഈ പാട്ടൊക്കെ പാടി സന്തോഷത്തോടാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് പാട്ടൊക്കെ പാടി ഇന്നും അന്നും ഈ കാലഘട്ടത്തിൽ ഈ പാട്ടിന് ഒരുപാട് പ്രാധാന്യതകളുണ്ട്. അനുഭവത്തിനകത്തോടെ എഴുതിയതും പാടിയതൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രാധാന്യതകളുണ്ട്. അങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ നടുവിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ മാതാപിതാക്കളും ആ ഒരു തലത്തിൽ തന്നെ കൊണ്ട് കർത്താവിന്റെ ഭയം ഉണ്ടായിരുന്നു. ദൈവത്തോടുള്ള ഒരു ഭക്തിയും ആരാധനയൊക്കെ ആ സമയത്തും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ഒരു ബാല്യകാലം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് കഷ്ടപ്പാടിന്റെ സമയത്ത് തന്നെയാണ് ഇവർക്ക് കൂലിപ്പണി ചെയ്തിട്ടാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. ഞങ്ങൾ 2 മക്കളാണ്. ഞാനും എൻ്റെ ഒരു ആങ്ങളയുണ്ട്. എൻ്റെ ആങ്ങള, ഞാൻ മൂത്തതാണ്. 2 മക്കളാണ് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടായിരുന്നത്. ഞാൻ മൂത്ത മകൾ ഏക മകളാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിന്റെ നടുവിൽ ഒരു വെള്ളത്തിന് പോലും ഇറങ്ങി പോകണമെങ്കിൽ അന്ന് മോട്ടോർ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഒരു വെള്ളത്തിന് പോകണമെങ്കിൽ ഒരു മനം മുഴുവനും താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വെള്ളം തലയിൽ ഒരു കലം വെള്ളം ചുമന്ന് മേളിൽ കയറ്റിക്കൊണ്ട് വന്നിട്ടാണ് എന്തെങ്കിലും ആഹാരമൊക്കെ പാകം ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്നത്തെ ജീവിതത്തിന്റെ ഒരു സാഹചര്യം ആയിരുന്നില്ല അന്നത്തെ കാലത്തിനകത്തുണ്ടായിരുന്നത്. അപ്പോ ഇങ്ങനെ വെള്ളം കോരാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞു തന്നൊരു ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഏറ്റവും കുഞ്ഞിതായിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരു മലയുടെ മണ്ടയിലാണ് ഞങ്ങളുടെ വീടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ ഇങ്ങനെ എന്റെ ഒരു കയ്യാറപ്പുറത്ത് ഇങ്ങനെ ഇരുത്തും. എന്നിട്ട്
അമ്മ എന്നോട് പറയും, നീ ഇവിടുന്ന് നനങ്ങരുത്, കൊച്ചു ഇവിടുന്ന് നനങ്ങരുത്. എന്നിട്ട് എന്റെ കയ്യിൽ എന്തെങ്കിലും കളറായിട്ടുള്ള സാധനം ഏൽപ്പിക്കും. അത് അമ്മ ഈ കലമായിട്ട് താഴെ ആ മല ഇറങ്ങി താഴെ ചെല്ലുമ്പോഴും എന്നെ കാണാൻ വേണ്ടിയാണ് എന്റെ കയ്യിൽ എന്തെങ്കിലും നിറമുള്ള വസ്തു വരും. അപ്പൊ ഞാൻ അതും പിടിച്ചോണ്ട് ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ ഇരിക്കും. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്നത്തെ സമയത്ത് ഓടിയാൽ വീഴുമെന്നോ, വീണാൽ കയ്യും കാലും ഒടിയുമെന്നോ, ഇല്ലെങ്കിൽ ചത്തുപോകുമെന്നോ ഒന്നും അങ്ങനെയുള്ള ഒരു തിരിച്ചറിവില്ലാത്ത സമയത്തിനകത്താണ് ഇങ്ങനെ എന്താ ഈ അമ്മയുടെ ഈ ഒരു കഷ്ടപ്പാടിന് അനുഭവം ഞാൻ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഈ വെള്ളം ചുമന്ന് മേളിൽ കയറ്റി കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അവരിങ്ങനെ പറയും, എന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ അമ്മ പോകുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വെള്ളം ചുമന്നുകൊണ്ട് വരുമ്പോഴല്ല എന്റെ കയ്യിലുള്ള ആ കളർഫുൾ സാധനം എടുത്ത് ഞാനിങ്ങനെ വീശുന്നതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് അറിയാം ആൾ അവിടെ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ അത്രമാത്രം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെയൊക്കെ കർത്താവിന്റെ ഒരു കരം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതുവരെ എത്താനായിട്ട് സഹായിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അങ്ങനെ ഒരു ജീവചരിത്രമൊക്കെ നമ്മുടെ മുൻപിൽ പറയാനുള്ളത് എക്കാലത്ത് നമുക്കൊരു ബലമാണ്. നമ്മുടെ ധൈര്യമൊക്കെ എപ്പോഴേലും ചോരുന്നെന്ന് തോന്നിയാൽ ഇങ്ങനെയുള്ള ജീവിത അനുഭവത്തിനകത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ ഞാൻ എത്തപ്പെടുന്ന സിറ്റുവേഷൻ ഒരുപാട് ബെറ്റർ ആണെന്ന് പറയാൻ കഴിയും. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ്, നീ കുഴിച്ചെടുത്ത പാറയിലേക്ക്, വെട്ടിയെടുത്ത കന്യ ഗർഭത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. കാരണം അവിടെ നിനക്കൊരു ആകൃതിയില്ലായിരുന്നു, അവിടെ നിനക്കൊരു രൂപവും ഇല്ലായിരുന്നു. അവൻ ബഹുജാതികൾക്ക് പിതാവെന്ന് ഇപ്പൊ പറയാൻ ഒരു പേരുണ്ടെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ വെട്ടിയെടുത്ത കന്യഗർഭത്തിലേക്ക് നോക്കിയ ഒരു പേരുമില്ലാത്ത ഒരനുഭവം എന്നതുപോലെ തന്നെയായിരുന്നു എന്റെ സിറ്റുവേഷൻ. അതാണ് എന്റെ ബാല്യകാലം എന്ന് പറയുന്നത്. മാത്രമല്ല ആ ഒരു ബാല്യകാലത്തിൽ ഒരുപാട് കഷ്ടതകളും വേദനകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സ്കൂൾ ടൈമിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് എനിക്ക് പെട്ടെന്ന് എന്റെ ശരീരമൊക്കെ വ്രണത്താൽ നിറയുന്ന ഒരു രോഗം എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ ശരീരം മൊത്തം വ്രണവാൻ നിറയുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് ഒരുപാട് വേദനകൾ ഞാൻ അതിന്റെ അകത്തൂടെ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാവരും സ്കൂളിൽ പോകുന്ന ടൈമിൽ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഒരു ടയർഡ്നെസ്, ഇങ്ങനെയൊരു രോഗം എന്റെ ശരീരത്തിനകത്തുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസത്തിനകത്ത് ഒരുപാട് ആബ്സെൻസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലാസ് പോലും മുടങ്ങാതെ എനിക്ക് പോകാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആ സമയത്ത് ലോങ് ലീവ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്റെ ശരീരം മുഴുവനും വ്രണങ്ങളാൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഈ തല മുതൽ പാദം വരെ എന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ ശരീരത്തിൽ വ്രണം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇവിടെ ഈ കൈയുടെ ഇടയ്ക്കിലും ഇങ്ങനെയുള്ള ഈ സ്പേസിലും ഇവിടെ അകത്തും പുറത്തും എല്ലാം ഒരുപോലെ വരും. ഈ കണ്ണല്ലാത്ത ബാക്കി എല്ലായിടവും, ഈ ചെവിക്കകോ ഈ തലയ്ക്കകത്ത് ഫുള്ളും, അത് പറഞ്ഞ പോലെ എന്റെ ബോഡി, ശരീരം മുഴുവനും അങ്ങനെയുള്ള വ്രണത്താലും നിറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു കാലഘട്ടം എന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, എന്റെ കുഞ്ഞിലെ പ്രായമാണ്. അപ്പൊ അന്ന് ഞാൻ ഡ്രസ്സ് ഇട്ടാല് ഡ്രസ്സിന്റെ അകത്തേക്ക് ഈ പഴുപ്പും ചളും എല്ലാം വന്നിട്ട് ഈ ഡ്രസ്സൊക്കെ പിന്നെ എടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ്, ഊരാൻ ഭയങ്കര പാടാണ്. കാരണം അതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഈ തൊലിയോട് കൂടിയാണ് സ്കിന്നിങ്ങനെ പൊളിഞ്ഞു പോരുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുമായിരുന്നു. ആ സമയത്ത് എന്നെ കുളിപ്പിക്കാനോ ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ എന്റെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന ഈ ഒരു സമയത്ത് തന്നെ അന്നേരമൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിന്റെ ശക്തി എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോ രക്ഷിക്കപ്പെട്ടത് ഒരുപക്ഷെ ദൈവവചനം കേട്ടോ ഇല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞു അല്ല ഞാൻ വന്നതെങ്കിലും പിന്നീട് ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ സമയങ്ങളിൽ എന്റെ ഈ ശരീരത്തിനകത്തോടെ ഈ പഴുപ്പ് വരുമ്പോൾ ഒരുമാതിരി ഒരു ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുമായിരുന്നു. അപ്പൊ ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ഞാൻ തന്നെ വ്രണത്തിന്റെ അകത്ത് കുത്തിയാലും എനിക്ക് വേദനയല്ല തോന്നുന്നു, നല്ലൊരു കംഫോർട്ട് ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര വേദന എടുക്കാറുണ്ട്, രക്തം വരാറുണ്ട്. അങ്ങനെയുള്ളൊരു അനുഭവത്തിനകത്തോടെ ഞാൻ പോയി. അപ്പൊ എനിക്ക് കിടക്കാൻ ഒരു സെപ്പറേറ്റ് ഒരു കട്ടിലുണ്ടായിരുന്നു. ഈ കട്ടിലിന്റെ അകത്ത് ഇങ്ങനെ പ്ലാസ്റ്റിക് കട്ടിൽ, പണ്ടത്തെ കട്ടിൽ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ പ്ലാസ്റ്റിക് ഹാളുള്ള കട്ടിലാണ്. അപ്പം അതിന്റെ അകത്ത് പായൊന്നും വിരിക്കാൻ പറ്റത്തില്ല. കാരണം പാ പിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാ എന്റെ ദേഹത്തിലൊട്ടിരിക്കും. പിന്നെ അത് വലിച്ചു വരച്ചെടുക്കാൻ ഭയങ്കര വേദന ആയതുകൊണ്ട് പായൊന്നും എടുക്കത്തില്ല, നഗ്നമായിട്ട് അങ്ങനെ കിടത്താറുണ്ടായിരുന്നു. ഒരു ബോഡിയുടെ മേധം വെറുതെ ഒരു തുണി ഇങ്ങനെ ഇടുമാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ വീട്ടിൽ കോഴിനെ വളർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു അവർക്ക്. ഇന്നത്തെ കാലഘട്ടത്തിലാണ് അതൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എന്റെ ജീവചരിത്രം തുറന്നു പറയുന്നതിന്റെ കാരണം ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടം ഇങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ഈ കാലഘട്ടത്തിൽ എന്തിനും മെഡിസിനുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ ഒരു അനുഭവം തന്നെ വിരളമായിരിക്കും കേൾക്കുക. അതുകൊണ്ടാണ് ഈ കാര്യം ഞാൻ തുറന്നു പറയുന്നത്. അപ്പൊ എന്നെ അങ്ങനെ കിടത്തുന്ന സമയത്ത് കോഴിയൊക്കെ വന്ന് കയറിയിട്ട് ഈ കട്ടിലിന്റെ കീഴിലേക്ക് കയറിയിട്ട് അവൻ എന്റെ ആ വ്രണമുള്ള ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് അതിന്റെ ചുണ്ട് വെച്ച് കുത്തും. അന്നേരം എനിക്ക് നല്ലൊരു ആ സമയത്ത് ആ വേദനയല്ല എനിക്ക് അനുഭവപ്പെടുന്നത്, ഈ
ഈ ചൊറിച്ചിലുള്ളത് കൊണ്ട് നല്ല സുഖം പോലെ തോന്നും. പക്ഷെ പിന്നീട് ഇതങ്ങ് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ മൊത്തം രക്തവും എന്താണ് ഈ പഴുപ്പും കൂടെ ഇങ്ങനെ ഒഴുകി ആ കട്ടിലിന്റെ കീഴിലേക്ക് ഇങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ എന്റെ അമ്മ വന്ന് അത് തുടച്ചു മാറ്റുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ കിടന്ന കട്ടിലിന്റെ കീഴില് രക്തത്തുള്ളികൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം അതൊക്കെ എന്റെ ശരീരത്തിനകത്തുനിന്ന് പോയ രക്തങ്ങളാണ്. അപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, എനിക്ക് അത്രമാത്രം ചിന്തിക്കാൻ അറിയത്തില്ലെങ്കിൽ എന്റെ പേരൻസ് എന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് അവര് വേദനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്നും അവര് നല്ല വിശ്വാസികളായി പ്രാർത്ഥനക്കാരായി തന്നെ ഇരിക്കുമ്പോഴും എന്റെ അച്ഛൻ എന്നോട് ഒരു ദിവസം ചോദിച്ചു, മോനെ നിനക്ക് ഈ മെഡിസിൻ കഴിക്കണോ? എന്താ ഇംഗ്ലീഷ് മരുന്ന് മാറി മാറി പരിശോധിച്ചു. അത് കഴിഞ്ഞ് ഓയിന്റ്മെന്റുകൾ പുരട്ടി നോക്കി, എന്നിട്ടും ഒരു കുറവില്ല. അതിന് പിന്നെ കഷായം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഷായം കുടിക്കാൻ തുടങ്ങി. എന്നിട്ടും എനിക്ക് ഒരു മാറ്റവും വരുന്നില്ല. കഷായത്തിനൊക്കെ നല്ല കയ്പായതുകൊണ്ട് എനിക്ക് കുടിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അപ്പം എന്റെ ഫാദർ എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് ഇത് കുടിക്കാൻ പറ്റുമെങ്കിൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം, ഈ മരുന്ന് നമുക്ക് ഇപ്പൊ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കുന്നതാണ് ഇഷ്ടം, കാരണം എനിക്കൊന്ന് മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ മരുന്നെല്ലാം കൂടെ ഒരു ഇതിന്റെ അകത്തേക്ക് കെട്ടിവെച്ചിട്ട് പ്രാർത്ഥിച്ച് അതിങ്ങനെ എറിഞ്ഞ് കളയുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. എറിഞ്ഞങ്ങ് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇപ്പം എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് എന്റെ ശരീരത്തിൽ ജസ്റ്റ് ഒന്ന് തൂത്ത് വന്നു. പക്ഷെ പിന്നീട് അത് ആവർത്തിക്കേണ്ടി പോലും വന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് മണിക്കൂർ കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോ എന്റെ ശരീരത്തിനകത്ത് ഓയിന്റ്മെന്റ് തേച്ചാലോ കഷായം കുടിച്ചാലോ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാലോ ഒരു വാട്ടവും ഇല്ലാത്ത ഈ വ്രണങ്ങളെല്ലാം കരിയാൻ തുടങ്ങി. പെട്ടെന്ന് ചുങ്ങി ആ തൊലിയോട് ചേർന്ന് വരാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ പ്രാർത്ഥനയുടെ ഫലം എന്താന്ന്, പിറ്റേ ദിവസം വേദന കുറഞ്ഞു, വിങ്ങുന്ന അനുഭവം കുറഞ്ഞു. എനിക്ക് ഓരോ ദിവസം എഴുന്നേൽക്കുന്നതിന് വളരെ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ അതെല്ലാം ഒന്ന് മാറിയിട്ട് ഞാൻ ഭയങ്കര എന്റെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അനുഭവത്തിനകത്തേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്തിനകത്താണ് അപ്പോ എനിക്ക് ദൈവശക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ ശരീരം പഴയ പോലെയായി. പക്ഷെ സ്കിന്നിനകത്ത് ഇപ്പോഴും സ്കിന്നിനകത്ത് എന്താ പാടുകൾ ഉണ്ടായതിന്റെ ഒരു ചെറിയ ഇതുണ്ട്. അപ്പൊ അത് കാണുന്നവർക്ക് മനസ്സിലാക്കാനായിരിക്കും ഒരു പക്ഷെ. അന്ന് വലിയ പ്രോബ്ലം ഒന്നും കാണാനില്ല എങ്കിൽ പോലും എന്റെ ശരീരത്തിനകത്ത് ഇതെല്ലാം ഉണ്ടായതിന്റെ സ്കിന്നിന് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതെല്ലാം ഉണ്ടായതിന്റെ ഒരു തെളിവായിട്ട് വേണ്ടി മാത്രം അത് ശേഷിപ്പിച്ചാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രം എന്റെ ശരീരം ആസകലം എല്ലായിടത്തും ആ ഒരു വ്രണത്താൽ ഞാൻ നിറഞ്ഞിരുന്നു. പക്ഷെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് അതങ്ങ് കരിഞ്ഞ് മാറുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് തൊട്ട് പിന്നെ വലിയ മെഡിസിനോ കാര്യങ്ങൾക്കകത്തൊന്നും പോകാതെ ഇന്ന് വരെ സ്വർഗത്തിന്റെ ദൈവം ഞങ്ങളെ ശക്തമായിട്ട് തന്നെ നിലനിർത്തി. അത് ദൈവത്തിന്റെ വീര്യം എന്താണെന്ന്, ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്നും ഒരിക്കൽ കൂടി മനസ്സിലാക്കാനും അത് ഒന്നുകൂടി തിരിച്ചറിയുവാനും എന്റെ ജീവിതത്തിൽ കർത്താവ് ഭാഗ്യമൊരുക്കി. അതിന് ശേഷമാണ് പിന്നീട് എന്റെ അത് മുതിർന്നു വന്നു. അത് മുതിർന്നു വന്നതോടുകൂടി പിന്നെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യണമെന്നും വേല ചെയ്യണമെന്നും ഒരു സുവിശേഷ വേലയ്ക്കകത്ത് എനിക്ക് കടന്നു പോകണമെന്നും അങ്ങനെ നിൽക്കണമെന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമൊക്കെ തോന്നി. ആ ടൈമില് എന്നെ എന്റെ ബൈബിൾ കോളേജിൽ വിടുവാനായിട്ട് ഇടയായിരുന്നു. സെക്യുലർ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി വരെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയുള്ളൂ. അതിനുശേഷമായിട്ട് എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം, വചനം പഠിക്കണം, അങ്ങനെ ഒരു താല്പര്യത്തിനകത്ത് ഞാൻ ബിബ്ലിക്കൽ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജ് പാമ്പാടി അവിടെയാണ് ഞാൻ പോയി പഠിച്ചത്. 3 വർഷത്തെ ആ ഒരു ട്രെയിനിങ്ങിന് ശേഷം 4 വർഷത്തെ കോഴ്സായിരുന്നു, BTH ആയിരുന്നു ഞാൻ എടുത്തത്. അതിന് ശേഷം പിന്നീട് സെക്കൻഡ് സെമസ്റ്ററിൽ വീട്ടിൽ വന്നതിന് ശേഷമാണ് എന്റെ വിവാഹത്തിന്റെ ആ ഒരു കാര്യത്തിനകത്തേക്കൊക്കെ ഞാൻ കയറി വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ ആ ഒരു സമയത്ത് വിവാഹം ആലോചനയുടെ ഒരു കാര്യം നടക്കാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഒട്ടും വിവാഹത്തിന് വേണ്ടി ഒന്ന് തയ്യാറാകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ഞാൻ വരുമെന്ന് ഒരിക്കലും എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എന്റെ സ്ഥിതിയും സിറ്റുവേഷനും ആ ഒരു തലത്തിനകത്തായിരുന്നു. എന്റെ അമ്മയുടെ 3 സഹോദരങ്ങൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ ആയിരുന്നത് കൊണ്ട് എന്റെ ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് വളരെ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അവിടെ കർത്താവിന്റെ ദൂതുണ്ടായിരുന്നു. കർത്താവ് ഒരു ദേവദാസിനോട് പറഞ്ഞ ദൂത് ഇതാണ്, നീ ആമെ തുടർന്ന് ഇനി ബൈബിൾ കോളേജിൽ പോകുന്ന ഒറ്റയ്ക്കല്ല, ഇരുവരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടി പോകുന്ന ദൂത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത് വ്യർത്ഥമാണ്. കാരണം ഒരുപാട് സിറ്റുവേഷൻ ഇനി അവൈലബിൾ ആയി വരാനുണ്ട്. എന്നാൽ മാത്രമാണ് ഇപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞ ദൂത് നിറവേറാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ എന്റെ മനസ്സിൽ കരുതുമ്പോൾ ദൈവം ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു എന്റെ വിവാഹം. അല്ലെങ്കിൽ കർത്താവ് ഇപ്പൊ നമ്മള് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇത്
യാദൃശിക സംഭവിച്ചതല്ല. കർത്താവിന്റെ പദ്ധതിക്കകത്ത് ഇങ്ങനൊരു ടൈം, ഇങ്ങനൊരു നിശ്ചയമെല്ലാം ദൈവം ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ മനുഷ്യരായതുകൊണ്ട് കയറി ഇറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യം അനുഭവിച്ചറിയുന്നത് എന്നുള്ളെങ്കിൽ പോലും കർത്താവ് പറയുകയാണ് ദൈവത്തിന്റെ പ്ലാനിങ്ങിനകത്ത് നേരത്തെ ഓൾറെഡി ഉള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ കർത്താവിനെ ആ നിലകളിൽ ശക്തമായി നടത്തി എന്റെ വിവാഹമൊക്കെ അത്ഭുതകരമായിട്ട് തന്നെ കർത്താവ് ആ കാര്യങ്ങൾക്കകത്തുള്ള ക്രമീകരണങ്ങളെല്ലാം ദൈവം ചെയ്തു. നന്നായി തന്നെ എന്റെ ജീവിതത്തിനകത്ത് എനിക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 2000 ആ ഒരു ഫസ്റ്റ് എനിക്ക് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പ്രാർത്ഥിച്ചു നിന്നതുകൊണ്ട് ഒരുപാട് കാര്യത്തിനകത്ത് ശക്തമേറിയ ഒരു നിലവാരത്തിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞു. മാനസികമായിട്ട് ഒക്കെ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബലഹീനതകൾ ആ ടൈമിലൊക്കെ എനിക്ക് ഉണ്ടായി. സെക്കൻഡ് ടൈമിൽ ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അത് അബോർഷനായി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എനിക്കത് സത്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു മാനസിക ടെൻഷൻ പോലെ എനിക്കത് അനുഭവപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. മാനസിക ടെൻഷൻ അനുഭവിപ്പിച്ചു. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു കർത്താവ് ഇതിന്റെ അകത്തുനിന്ന് എനിക്ക് ഒരിക്കലും കയറി വരാൻ പറ്റത്തില്ലെന്നൊക്കെ ഞാൻ ഇങ്ങനെ നിശ്ചയിച്ചിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചു. ആ ഒരു സന്ദർഭത്തിനകത്തൂടെയൊക്കെ പോയപ്പോ കർത്താവിന്റെ വചനം തന്നാണ് എന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഞാൻ വചനം കൊണ്ട് ബലപ്പെട്ടു. പക്ഷേ പിന്നീട് എന്റെ ജീവിത യാത്രയ്ക്കകത്ത് ഞങ്ങൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടിയൊക്കെ ഒരു നന്നായി തന്നെ നിൽക്കുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു 2010, 11, 12 ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിനകത്ത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതാണ് എന്റെ ലൈഫിൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലൈഫിനകത്ത് ഞാൻ അനുഭവിച്ച ചില പ്രയാസങ്ങളും മാനസിക ടെൻഷനുകളുമാണ്. ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിനകത്തോടെ ഞാൻ വന്നു. എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയത്തിനകത്ത് എനിക്ക് കറേജ് ആയി പോയത് എന്റെ പ്രശ്നങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പോയ ജീവിത അനുഭവങ്ങളാണ് എന്റെ ജീവിതത്തിൽ കരുത്തോടെ ഇന്നത്തെ ശുശ്രൂഷകൾക്കകത്ത് ഏറിയ പങ്കും ഞാൻ കഷ്ടത അനുഭവിച്ചപ്പോൾ എനിക്ക് കർത്താവ് കൈമാറി തന്ന എനർജിയാണ് എന്നെ പ്രാർത്ഥനയ്ക്കകത്താണെങ്കിലും പിന്നീടുള്ള ശുശ്രൂഷകൾക്കകത്താണെങ്കിലും എനിക്ക് ശക്തിയേറിയ നിലവാരത്തിൽ നിൽക്കാൻ കഴിഞ്ഞത് ആ ഒരു തലത്തിനകത്തുള്ള അനുഭവങ്ങൾ തന്നെയാണെന്ന് ഞാൻ ഇന്ന് പകലിൽ ഓർക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ തന്നെയാണ്. കഷ്ടങ്ങൾ ഒരിക്കലും എന്നും നിൽക്കുന്ന ഒരു അനുഭവമല്ല. കഷ്ടങ്ങൾ ഇടക്കാലഘട്ടത്തിൽ അതിനൊക്കെ ഒരു ടൈമുണ്ട്. ആ ടൈം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് ആ കഷ്ടത മാറും, നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കയറും. ഈ കഷ്ടതകൾക്കകത്തോട് നമുക്ക് എന്തൊക്കെയാണ് കർത്താവ് കൈമാറിയതെന്ന് നമ്മുടെ പിന്നീട് വരുന്ന അനുഭവത്തിനകത്താണ് എന്തൊക്കെ കറേജാണ് കർത്താവ് അന്നേരം കൈമാറിയത്, എന്തൊക്കെയാണ് ഞാൻ ആ ജീവിതത്തിന്റെ അനുഭവത്തിനകത്തൂടെ പഠിച്ചതെന്നൊക്കെ നമുക്ക് ബോധ്യമാകണമെങ്കിൽ ഈ കഷ്ടത കഴിഞ്ഞിട്ട് അടുത്തൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ നിങ്ങൾ കയറുമ്പോഴാണ് തീർച്ചയായിട്ടും മനസ്സിലാകുന്നത്. ഒരു പാട്ട് ഞാൻ ഇതിങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതെ ഇരുന്നിട്ടില്ല. അപ്പൊ എല്ലാം ഉണ്ടാകും, നോവുണ്ടാകും, കാറ്റുണ്ടാകും, തിരുമാലകൾ ഉണ്ടാകും. പക്ഷെ എന്നുമെന്നും അല്ല, അത് കുറയാതിരിക്കത്തില്ല, ഇത് അണയാതിരിക്കത്തില്ല, തീരാതിരിക്കത്തില്ല. അപ്പൊ കഷ്ടതകളൊക്കെ ഇന്ന് ആരെങ്കിലും രോഗത്താലോ അല്ലെങ്കിൽ മാനസികമായ സംഘർഷത്താലൊക്കെ ആരെങ്കിലും ഒക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ രോഗം എന്നുമെന്നുമുള്ള രോഗമല്ല, നമുക്ക് അതിൽ നിന്ന് കയറാൻ പറ്റും, നമുക്ക് അതിനകത്തുള്ള സൊല്യൂഷൻ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഇതിനകത്തൊരു സൊല്യൂഷൻ ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിനകത്ത് ഇനി ഒരു മറുപടി ഇല്ലെന്നും എനിക്കോ എന്റെ മാതാപിതാക്കളും അങ്ങനെ ഓർത്ത് ഇനി ഒരിക്കലും കയറാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് അത് സ്വർഗത്തെ പോലും തുറന്ന ദൈവത്തെ ഇറക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ കന്യാസ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, യേശുവിനോട് വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഭക്ഷണ നുറുക്കുകൾ കഴിക്കുമാറുണ്ട്. അപ്പൊ ദൈവത്തെ ചലിപ്പിച്ച ഒരു വാക്കായിരുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ ചില തീരുമാനത്തിനകത്തൂടെ ദൈവത്തിന്റെ പ്ലാനിങ്ങിലേക്ക് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് കഴിയും. ഒരുപക്ഷെ അങ്ങനെ തീവ്രമായ ഒരു വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടാകാൻ വേണ്ടിയും ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരും. എനിക്കറിയാം എന്റെ ഈ രോഗാവസ്ഥകൾ കടന്നു വന്നത് ആ ബാല്യപ്രായത്തിൽ സിസ്റ്റർ 2000 ഒരു ഇത് പറഞ്ഞായിരുന്നല്ലോ, ഇയറില് 2-3 വർഷം സിസ്റ്റർ കഷ്ടങ്ങളിലൂടെ കടന്നു. എന്തായിരുന്നു കഷ്ടങ്ങൾ ഒന്ന് പറഞ്ഞാട്ട്?
ഈ അത് 2000 ഈ 10, 11, 12 ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം ഒരു ഡിപ്രഷൻ മൈൻഡിനകത്തോട് ഞാൻ അതിലേക്ക് വരുകയായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഓരോ നമ്മുടെ രോഗത്തിന്റെ ഓരോ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്ക് ഇവിടെ ക്ലോസ് ആകും, ഞാൻ ക്ലോസ് ആകുന്ന നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയും നീ ക്ലോസ് ആക്കാൻ ദൈവം ഫുൾ സ്റ്റോപ്പ് ഇട്ടാലേ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആകത്തുള്ളൂ. ദൈവ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവ സ്റ്റോപ്പ് പറയാത്തോടത്തോളം കാലം ഹോപ്പുണ്ട്, അതിന് ഏത് രോഗമായിരുന്നാലും. അപ്പോ ഞാൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിട്ടുള്ളെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, ഏത് രോഗമാണെങ്കിലും കർത്താവ് സൗഖ്യദായകനാണ്, ദൈവം വിശ്വസ്തനാണ്. അതിനകത്ത് നമ്മളെ അപ്പുറം കടത്താൻ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ആ ഒരു പൈതൽ ആ പ്രായത്തിനകത്ത് ആ കാര്യം ഞാൻ അനുഭവിച്ചതുകൊണ്ട് എനിക്ക് കർത്താവിന് നന്നായിട്ട് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. അതെന്റെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇനിയുള്ള ജീവിതത്തിൽ വന്നാൽ എനിക്ക് ഭയങ്കര ധൈര്യമായി. പിന്നീട് ഞാൻ മരുന്നിനേക്കാൾ കൂടുതൽ ഞാൻ കർത്താവിനെയാണ് ആശ്രയിക്കുന്നത്. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ സ്വമേധയെ പ്രാർത്ഥിക്കും. അങ്ങനെ അതിൽ നിന്ന് ഞാൻ റിക്കവർ ആകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ വിവാഹം നടന്നതും. അതിനുശേഷം 2010 മുതലാണ് ഡിപ്രഷൻ മൈൻഡ് എനിക്ക് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതിന് ഉണ്ടാകാൻ പ്രത്യേക റീസൺ ഒന്നും പ്രസന്റിലി എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ ആ സമയത്തിന് തൊട്ട് മുമ്പ് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഞാൻ മിക്കവാറും എല്ലാ കാര്യങ്ങളും ദർശനം കാണാറുണ്ട്, സ്വപ്നങ്ങൾ കാണാറുണ്ട്. സ്വപ്നത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്വപ്നം എന്ന് പറയുന്ന അവനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്. ഇപ്പൊ ഒരു സ്വപ്നം കണ്ടിട്ട് എല്ലാവരും രാവിലെ ചിലപ്പോ ചിലരെ ഉന്മേഷത്തോടെ എഴുന്നേക്കുന്നത് കാണാം. ചിലപ്പോ ഒരു സ്വപ്നം മതി ആ ഡിപ്രസ്ഡ് ആയി പോകാൻ, ഒരൊറ്റ സ്വപ്നം മതി. അപ്പൊ സ്വപ്നത്തിന്, ദർശനത്തിന് മനുഷ്യ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയുമെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്വപ്നത്തിന് ഏകദേശം 38 സെക്കൻഡോ അങ്ങനെങ്ങാണ്ടേ ഉള്ളൂ സ്വപ്നത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോ നമ്മൾ പറയും, ഇന്നലെ രാത്രി മുഴുവനും സ്വപ്നമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ സാധാരണ പറയാറുണ്ട്. കാരണം സ്വപ്നത്തിന്റെ ദൈർഘ്യം ഒരുപാടുള്ളതുപോലെ നമുക്ക് തോന്നും. പക്ഷെ 38 സെക്കൻഡേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു കേൾവി ഞാൻ കേട്ടിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ 38 സെക്കൻഡ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത്രയും ദൈർഘ്യമുള്ള ഈ സ്വപ്നത്തിന് ഒരു മനുഷ്യനെ ഒരുപാട് സ്വാധീനിക്കാൻ കഴിയും. ബൈബിളിനകത്ത് ഒരുപാട് പ്രാധാന്യത ദർശനത്തിന്, സ്വപ്നത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ യോബിന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെയുണ്ട്, മനുഷ്യൻ ശയ്യമേൽ കയറി കിടക്കുമ്പോൾ രാത്രി ദർശനത്തിൽ ദൈവം അവന്റെ പ്രബോധനയ്ക്കായി അവന്റെ ഹൃദയത്തെ തുറക്കുന്നു. അവന്റെ ചെവികളെ പ്രബോധനയ്ക്കായി, അവന്റെ ഹൃദയത്തെ പ്രബോധനയ്ക്കായി മുദ്രയിടുകയും അവന്റെ ചെവികളെ തുറക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി മനുഷ്യൻ ശയ്യമേൽ കിടന്ന് ഗാഠനിദ്രയിലാകുമ്പോൾ എന്നാ പറയുന്നത്. അപ്പോൾ സ്വപ്നത്തിന് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റും. അത് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ദൈവം തുറക്കാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണ് സ്വപ്നം എന്നൊക്കെ പറയുന്നത്. അപ്പൊ മിക്കവാറും ഞാൻ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഈ ഒരു ഡിപ്രഷൻ മൈൻഡിന് ഒരു 2 ആഴ്ചയ്ക്ക് മുൻപ് ഞാൻ ഒരു ഭയങ്കരമായിട്ട് ഒരു സ്വപ്നം കാണുവാനായിട്ട് ഇടയായിരുന്നു. അതെനിക്ക് ഇതിനകത്തൂടെ പറയാൻ പറ്റത്തില്ല, അത്രമാത്രം അതിന് ദൈർഘ്യമുണ്ട്. 38 സെക്കൻഡ് ആയിരിക്കും ഉള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞാൽ 1 മണിക്കൂർ പോലും തീരത്തില്ലാത്തതുപോലത്തെ എനിക്ക് ദൈർഘ്യം ആ സ്വപ്നത്തിനകത്തുണ്ട്. ഞാൻ അതെല്ലാം വിവരിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇന്ന് എന്റെ മറ്റുള്ള അനുഭവങ്ങൾ എനിക്ക് തൊടാൻ പറ്റാതെ വരുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ആ ഒരു സ്വപ്നത്തിനകത്ത് എന്റെ ബോഡി മൊത്തം വീക്കാവുന്ന ഞാൻ കാണുന്നു. എന്റെ ബോഡി മൊത്തം വീക്കായിട്ട് പിന്നീട് ഞാൻ കാണുന്നത് ഒരു മനുഷ്യൻ, എന്റെ ആത്മാവ് മാത്രം വിട്ടുപോകുന്നു. ആത്മാവ് മാത്രം വിട്ടുപോയിട്ട് ബോഡി മാത്രം ഇങ്ങനെ കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ആത്മാവ് വിട്ടുപോയിട്ട് ഒരു മനുഷ്യന്റെ തോളലാണ്. ഇതെന്റെ അനുഭവമാണ് കേട്ടോ. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇതെന്റെ അനുഭവമാണ്, ദർശനമാണ്. അതെന്റെ ജീവിതത്തിനകത്തേക്ക് വന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പറയുകയാണ്. അപ്പൊ ഈ സ്വപ്നത്തിന്റെ ആധിക്യത്താലൊക്കെ ആരെങ്കിലും ഡിപ്രഷൻ മൈൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപക്ഷെ എന്റെ ദർശനത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം തുറന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ദർശനം കണ്ടു, ആത്മാവ് ഇങ്ങനെ പറന്നു പോകുന്ന പോലെ തോന്നിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഒരു നല്ല മനുഷ്യന്റെ പൊക്കവും ഒക്കെയുള്ള ഒരാളാണ്. ആ മനുഷ്യന്റെ തോളലാണ് ഈ ശ്രീജ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവ് പോയി ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ കിടന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ മനുഷ്യൻ എന്ത് ചെയ്യാ, ഇങ്ങനെ തലോടുന്നുണ്ട്. അപ്പൊ ഒരു വ്യക്തി പോലെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലൊരു ഒരു കാര്യം, എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ കൊണ്ടുപോകുന്നത് പോലത്തെ ഒരു കെട്ടിടത്തിനകത്തേക്ക് എന്നെ കയറ്റിക്കൊണ്ട് പോകുകയും അവിടെ ചെന്നിട്ട് എന്നെ ഒരു പ്രത്യേക ട്രാപ്പിനകത്താക്കുകയും എന്റെ ശരീരത്തെ ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനകത്താണ് എന്റെ പ്രാണൻ ഇങ്ങനെ മാറിപ്പോയി മറ്റൊരു ദേഹത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ തോളി കിടക്കുന്നവർ കിടക്കുക. അപ്പൊ അവര് പറഞ്ഞു, അന്നേരം ഞാൻ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, ജീവനോട് എന്റെ ദേഹത്തെ നിങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തെ ഭയപ്പെടാനാ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, ഒരു വാൾ ഇങ്ങനെ എടുക്കുന്ന കാണുന്നു. വാളെടുത്തിട്ട് എന്റെ കണ്ണിങ്ങനെ കുത്തി ഇങ്ങനെ തുറന്നെടുക്കാൻ വേണ്ടി ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ തുറക്കാൻ വരുമ്പോഴത്തേക്ക് എന്റെ ആത്മാവ് ആ ശരീരത്തിൽ
അകത്ത് കിടന്നുകൊണ്ട് പറയാണ്, ഇല്ല അത് നിനക്ക് എടുക്കാൻ കഴിയത്തില്ല, കാരണം അത് ദർശനം കാണുന്ന കണ്ണാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇതിനെന്തോ സ്പെഷ്യലാന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് നിർത്തിയേക്കുവാ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ബോഡി ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടുന്നത് പോലെ നുറുക്കുന്നുണ്ട്, വെട്ടി നുറുക്കുന്നത് പോലെ നുറുക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കണ്ണ് ഇങ്ങനെ തുറന്നെടുക്കാൻ നോക്കിയപ്പോ അവർക്ക് സാധിച്ചില്ല. പിന്നീട് അവര് എന്താണ് എന്റെ തലച്ചോറ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെട്ടി പൊളക്കുന്ന ഒരു ഭാഗം ഞാൻ കാണുവാണ്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്റെ ആത്മാവ് പറയാണ് അതും നിനക്ക് എടുക്കാൻ കഴിയത്തില്ല, കാരണം അത് മൊത്തം വചനമാണെന്ന് പറയാ. അപ്പൊ ഈ രണ്ട് ഭാഗം ഇങ്ങനെ കണ്ടു. എനിക്ക് എന്താണോ ഒന്നും മനസ്സിലാകുന്നില്ല, എന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു സിറ്റുവേഷന്റെ നടുവിൽ ഞങ്ങൾ ഒരു സഭാചാർജിന്റെ അകത്ത് ദൈവരോടുള്ള ബന്ധത്തിൽ, ഇടുക്കിയിൽ തന്നെ വേറൊരു ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ആ ഒരു സമയത്താണ് ഈ ഒരു സ്വപ്നം ഞാൻ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു. എനിക്ക് അച്ഛനോട് പറയാൻ തോന്നിയ വെച്ചാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇതിന്റെ അകത്ത് എന്തോ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ മാറിപ്പോകാൻ പ്രാർത്ഥിക്കാൻ വ്യവസ്ഥ ഇല്ല. ഇതിന്റെ അകത്തൂടെ നമ്മൾ കൃപയോട് കൂടി കടക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ഇതിലൂടെ കടന്നു പോകാൻ നിസ്സാര ധൈര്യം പോരാ, നന്നായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. രാത്രി 2 മണിയായപ്പോഴാണ് ഞാൻ പാസ്റ്ററോട് ഇങ്ങനെ ഈ വിവരം പറയുന്നു. പാസ്റ്റർ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചതാണ് എന്റെ 3.5 വർഷക്കാലത്തെ ജീവിതത്തിന്റെ ഏറ്റവും കംഫോർട്ടായി തീർന്നെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. കാരണം ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വളരെയേറെ ഡിപ്രഷൻ മൈൻഡിനകത്ത് ഞാൻ തകർന്നു പോകുമായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിനകത്തോടെ പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഒരു കാരണവുമില്ല, ഒരു റീസണും ഇല്ല. ഇന്നും ചിലപ്പോ ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഡിപ്രഷൻ മൈൻഡ് ഉണ്ട്. അതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. പ്രസന്റിലി ഒരു കാരണവും ഇല്ലെങ്കിലും ചിലപ്പോൾ ഡിപ്രഷൻ മൈൻഡ് വന്നെന്നിരിക്കാം. കാരണം മുൻപേ വന്ന, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓക്കെ ആയിരിക്കും, പക്ഷെ മുൻപേ വന്ന ഏതെങ്കിലും ജീവിത സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കയറിയ ഭയം കൊണ്ട് ഒരു പക്ഷെ ഡിപ്രഷൻ മൈൻഡ് ഉണ്ടാകാം. നമുക്ക് കയറിയ ഒരു ഭയപ്പാട് കൊണ്ടോ എന്തെങ്കിലും അമിതമായ ആശങ്ക കൊണ്ടൊക്കെ നമുക്കൊരു ഡിപ്രഷൻ മൈൻഡിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഈ അബോഷനായി പോയ മേഖലയൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തെക്കാൾ ഒരു ദുഃഖമൊക്കെ കയറി വന്നു. അപ്പൊ അതൊക്കെ ഇതിനകത്ത് ഒരു റീസൺ ആയിരുന്നെന്ന് പിന്നീടുള്ള സംഭവത്തിനകത്താണ് എനിക്കത് ബോധ്യമായത്. കാരണം ഈ ഡിപ്രഷൻ മൈൻഡ് എനിക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അബോർഷൻ സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഡിപ്രഷൻ മൈൻഡ് ഉണ്ടായപ്പോ ഞാനൊരു ദേവദാസിന്റെ അടുക്കൽ ഞങ്ങള് ഇങ്ങനെ കൗൺസിലിങ്ങിന് വേണ്ടി എന്നെ കൊണ്ടുപോയി. കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോയപ്പോ ആ ദേവദാസിയാണ് എന്നെ കൗൺസിലിംഗ് ചെയ്തത്. അപ്പൊ ആ ദേവദാസി എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, മോനെ ഇങ്ങനെ ഓരോ ചരിത്രം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ 1-ാം മാസം 2-ാം മാസം 3-ാം മാസം ഇങ്ങനെ 9-10 മാസം വരെയും അതിന്റെ അകത്ത് ഏതെങ്കിലും എഫക്ട് അമ്മയിൽ നിന്നോ അപ്പനിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ഷോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിമിത്തം കയറി വന്ന സകല സ്പിരിറ്റിനെ ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെയുള്ള ഈവിൾ കവനന്റിനകത്ത് നമുക്ക് വിടുതലെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കേഴ്സ് ബ്രേക്കിംഗ് പോലത്തെ ഒരു പ്രാർത്ഥന അന്ന് അവിടെ സംഭവിച്ചു. അന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന അനുഭവങ്ങൾ ഉണ്ടോ എന്ന് പോലും എനിക്ക് മനസ്സിലായത്. ഞാൻ അവിടെ കയറി ചെന്നു. എന്നെ ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നിന്റെ വയറ്റിൽ 3 മാസം വരെ കുഞ്ഞ് സുരക്ഷിതമായിരുന്നു. 4-ാം മാസം മുതൽ നീ അത് ഏറ്റു പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. 4-ാം മാസം മുതൽ അപ്പ നീ ആ കുഞ്ഞിനെ ഏറ്റെടുത്തിരിക്കാൻ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറയാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അപ്പം 4-ാം മാസം മുതൽ കർത്താവ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് എന്ന് എനിക്കൊരു ബോധ്യം വന്നു. അപ്പൊ ഉദരത്തിൽ എനിക്ക് 3 മാസം ചുമക്കാൻ പറ്റി. 4-ാമത്തെ മാസം മുതൽ നമ്മൾ അബോർഷൻ എന്ന് പറയുമ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ആ കുഞ്ഞ് വളരുന്നു എന്നൊരു കാര്യം, അങ്ങനെ ഒരു ആത്മകാലം ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ആ ഒരു കൗൺസിലിംഗിന്റെ അകത്തൂടാണ് എനിക്ക് അന്ന് കയറിയ ആ ഒരു സ്പിരിറ്റ് ആണ് എന്റെ ജീവിതത്തിന്റെ ഈ ഒരു മേഖല വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വീണ്ടും എനിക്ക് എഫക്ട് ചെയ്യാൻ തുടങ്ങി. 2010-ലാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു കർത്താവിന്റെ ദാസനുണ്ടായിരുന്നു. ഞങ്ങൾ വടക്കേന്ത്യയിലൊക്കെ രാജസ്ഥാനിലെ കർത്താവിന്റെ നാമനിമിത്തം സുവിശേഷ വേല നിമിത്തമൊക്കെ രാജസ്ഥാനിൽ ഞങ്ങൾക്ക് കടന്നു പോകാൻ ദൈവം ഭാഗ്യമൊരുക്കി. ആ സമയത്ത് എനിക്ക് മൂത്ത പൈതലുണ്ട്. അപ്പൊ അവളെ കുഞ്ഞിലെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കേരളത്തിൽ അവളെ
ആക്കിയിട്ട് എന്റെ മാതാപിതാക്കളുടെ കയ്യിൽ അവളെ കൊടുത്തിട്ട് ഞങ്ങൾ രാജസ്ഥാനിൽ പോയി ഭാഷ പഠിച്ച് ഒരു റൂം എടുത്ത് അതിനുശേഷം കുഞ്ഞിനെയും തിരിച്ചു വീട്ടിൽ അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ധാരണയ്ക്കകത്താണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷെ അവിടെ പോയി എനിക്ക് അവിടെ ചെന്ന് മലേറിയയും മഞ്ഞപ്പിത്തം ഒക്കെ ഒരുപോലെ എന്റെ ശരീരത്തിനകത്ത് വന്ന് കയറി. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് അവിടെ നിന്ന് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിനകത്തോട് ഞങ്ങൾ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിനകത്തു നിന്നൊക്കെ എഴുതി കൊടുത്തിട്ടാണ് ഡിസ്ചാർജ് വാങ്ങിച്ചത്. അങ്ങനെ വന്ന് ഞങ്ങളുടെ സ്വന്തം റിസ്കിലാണ് പോകുന്നതെന്നുള്ള, അല്ലാതെ അവർ വിടത്തില്ല. കാരണം അത്രമാത്രം എന്റെ ശരീരം വീക്കായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ കേരളത്തിൽ ഈ കുഞ്ഞിനെ കാണണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തിനകത്താണ് കേരളത്തിൽ വരുവൊക്കെ ചെയ്തത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ഞാൻ അനുഭവിച്ച പ്രയാസം എന്ന് പറയുന്ന മാനസിക ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഡിപ്രഷൻ മൈൻഡ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഡോക്ടേഴ്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവര് ഫാമിലിയിൽപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ നമ്മളെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. അവരെ സ്നേഹത്തോടെ സംസാരിക്കുക, കരുതലോടെ സംസാരിക്കുക, അവരെ കെയർ ചെയ്യുന്ന ഒരു ബോധ്യം അവർക്ക് ഉണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം എനിക്ക് ഡിപ്രഷൻ മൈൻഡ് വന്നതുകൊണ്ട് എനിക്ക് ഒരാളെ അങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വന്നതുകൊണ്ട് പഠിച്ചു. പക്ഷെ ഞാൻ ആ സമയത്ത് ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, കർത്താവ് എന്താ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഇങ്ങനെ നിന്നിട്ടൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് എന്താന്ന് ഞാൻ ഇങ്ങനെ ഓർത്ത് ദുഃഖിക്കാറുള്ള ഒരു സമയമുണ്ടായിരുന്നു. അപ്പോ ആ രാജസ്ഥാനിലൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളെ ആത്മീയമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ദൈവമനുഷ്യൻ ഉണ്ടായിരുന്നു. ആ ദൈവദാസൻ ഞങ്ങളെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, മക്കളെ നിങ്ങൾക്ക് പട്ടിണി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കത്തില്ല, കാരണം അത് ഈ ലൈഫിനകത്തുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ആത്മീയ ദാരിദ്ര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ പറയും ഇല്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഡിസൈഡ് എടുക്കാനൊക്കെ കഴിയുമായിരുന്നത് കൊണ്ട് ആത്മീയ ദാരിദ്ര്യമായിട്ടുള്ള ഒരു മേഖലയിലായിരുന്നു. അങ്ങനെ ദേവദാസൻ ഒരുപാട് കരുത്ത് പകർന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. 2010 കർത്താവിന്റെ ദാസൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ടൈമിലാണ് എനിക്ക് ഡിപ്രഷൻ മൈൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു ചെറിയ റീസൺ പറയാൻ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രോബ്ലംസും ഇല്ല. എന്റെ വീട്ടിൽ എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ സഹോദരൻ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ ഒറ്റ മോള്, ഇവരെല്ലാം ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. ഈ ഒരു നല്ല സിറ്റുവേഷന്റെ നടുവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ 2 ആഴ്ചക്ക് മുൻപ് കണ്ട സ്വപ്നം ഒരു നിമിത്തമാണ്. അപ്പോ തന്നെ ഈ ഒരു ഈ ദേവദാസന്റെ മരണം, പെട്ടെന്നുള്ള മരണം വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതുപോലെ ഞാനൊരു ഡീപ്പായിട്ടുള്ള ഒരു വിഷാദത്തിലേക്ക് പോയി. അപ്പോ അന്നത്തെ ദിവസം ഞാൻ വന്ന് കിടന്നു. രാത്രി 2 മണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഷിവറിങ് പോലെ എനിക്ക് തോന്നി. ഞാൻ അച്ഛനോട് പറഞ്ഞു, എന്റെ ശരീരമൊക്കെ വിറയ്ക്കുന്ന പോലെ തോന്നുന്നു പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഉണ്ടാകുമോ ഇല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിലേക്ക് ഞാൻ കയറി വന്നു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആ ദേവദാസൻ മരിച്ചതുപോലെയൊക്കെ തന്നെ ഞാനും മരിക്കുമായിരിക്കും, ഇങ്ങനെ ഒരു ചിന്ത കയറിയിട്ട് പിന്നെ അതിനകത്തുനിന്ന് എനിക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്തതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. എനിക്ക് അങ്ങനെ ഒരു ജയിലിനകത്ത് ഞാൻ പൂട്ടപ്പെട്ടതുപോലെ ആയിപ്പോയി. പിന്നീട് ആരിനോട് കുശലം ചോദിച്ചാലും ഈ ആന്തരികമായിട്ട് മറുപടി പറയും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് യാന്ത്രികമായിട്ട് ചെയ്യും. ആരെങ്കിലും എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് യാന്ത്രികമായിട്ട് ചെയ്യും. ഒന്നും ഒറിജിനാലിറ്റിയിലല്ല ഞാൻ ചെയ്യുന്നതെന്ന് ഡിപ്രഷൻ മൈൻഡ് എനിക്ക് വന്നപ്പോ തോന്നി. പക്ഷെ എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അന്ന് അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ ഇന്ന് എന്റെ കരുത്തായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് മിക്കവാറും എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്നവരെല്ലാം ഡിപ്രഷൻ മൈൻഡ് ഉള്ളവരാണ്. ഡിപ്രഷൻ മൈൻഡിനകത്തോട് പോകുന്നവരോ ഇല്ലെങ്കിൽ ഒരുപാട് അസ്വസ്ഥത അനുഭവിക്കുന്നവരൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അവരോട് ഇങ്ങനെ കറക്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ തന്നെ അവർ റിലീസ് ആവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്തോട് പോയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് ഇപ്പോ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ആ സമയത്തിനകത്ത് എനിക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഡിപ്രഷൻ മൈൻഡ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വിഷാദമായിട്ട് എന്റെ ജീവിതത്തിനകത്തേക്ക് അത് കടന്നു വന്നു. എനിക്ക് സത്യം പറഞ്ഞ ഒരു പാട്ട് പോലും യഥാർത്ഥത്തിൽ എനിക്ക് കേൾക്കാൻ കഴിയത്തില്ലായിരുന്നു. എനിക്ക് മറ്റൊരാൾ രോഗമായിട്ട് നിൽക്കുകയാണ്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു, എനിക്ക് ടിവിയിലൂടെ കേൾക്കുന്ന വാർത്ത, ഇതൊക്കെ ഞാനിങ്ങനെ തുറന്നു പറയുമ്പോൾ ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടും തുറന്നു പറയാൻ കഴിയാതെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതെല്ലാവരും തുറന്നു പറയാൻ കഴിയത്തില്ല. കാരണം തുറന്നു പറയും, ഇന്നിപ്പോ TV ചാനൽ ആയതുകൊണ്ട് ആരും വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അനുഭവമാണ്. അപ്പോ തന്നെ ഇത് അനുഭവം 100-ൽ ഒരു 98% ആൾക്കാരും ഇങ്ങനെ ഒരു അനുഭവത്തിനകത്തോട് പോകുന്നവരാണെന്ന് എന്നെ കർത്താവ് പഠിപ്പിച്ചു. അപ്പൊ എന്നോട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോനെ 98% ആളുകളും ഈ ഒരു മൈൻഡിനകത്തോടെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ആരും അത് വെളിയിൽ പറയത്തില്ല. ഒരു കൂട്ടുകാരനോട് പറയത്തില്ല, ഒരു കൂട്ടുകാരിയോട് പറയത്തില്ല, ഇല്ലെങ്കിൽ സഭയിലെ ദൈവദാസന്മാരോട് പറയത്തില്ല, പ്രാർത്ഥനക്കാരോട് പറയത്തില്ല. കാരണം അതൊക്കെ അവർക്കൊരു ലജ്ജ
ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യം പോലെ തോന്നും. പക്ഷെ എനിക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യ പെരുകുന്നതിന്റെ മിക്ക കാരണവും ഡിപ്രഷൻ മൈൻഡിനകത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഈ ആത്മഹത്യ ചെയ്യുന്നവരെ ശരിക്കും ഒന്ന് പഠിച്ചാൽ മരണം എഴുതി കാണിച്ച് അവർ ഓടിപ്പോവായിരിക്കും. എനിക്ക് നന്നായിട്ട് പേടിയുള്ളവർ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതാണ് ഇതിന് രസം എന്ന് പറയുന്നത്. കാരണം ഈ ഡിപ്രഷൻ മൈൻഡിന് 4 സ്റ്റേജുകളുണ്ട്, 4 സ്റ്റേജുകൾ. അത് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിഷാദമായി അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുന്നുള്ളത്, ആരോടും മിണ്ടാൻ വലിയ കൂട്ടാക്കത്തില്ല. അതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പതിയെ കരയാൻ തുടങ്ങും, പിന്നെ കരച്ചിലേക്കാകും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും കരച്ചിലും ഇതും എല്ലാം കൂടെ ആയിട്ട് അവരുടെ മൈൻഡ് അവരെ ആക്ഷൻ എടുപ്പിക്കാനായിട്ട് തുടങ്ങും. അവരുടെ കൈകൾ, കാലുകൾ, കണ്ണ്, ഇങ്ങനെയുള്ള അവരുടെ ദേഹം അവരുടെ മൈൻഡിനോടൊപ്പം ആക്ഷൻ ചെയ്യാൻ തുടങ്ങും. അതാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ആത്മഹത്യ അല്ലെങ്കിൽ സ്വമേധയെ ഉപദ്രവിക്കുക, മറ്റുള്ള ഉപദ്രവിക്കാൻ തുടങ്ങുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഇല്ലെങ്കിൽ ഓടിപ്പോവുക, ഇല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് കയറുക. ഇതൊക്കെ 4th സ്റ്റേജിൽ, ഈ ക്യാൻസറിനൊക്കെ നമ്മൾ 4th സ്റ്റേജ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഇതിനുമുണ്ട് 4th സ്റ്റേജ് വരെയുള്ള സംഭവങ്ങളുണ്ട്. എനിക്കതെല്ലാം എന്റെ കർത്താവിനെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും തുറന്ന് ഈ ചാനലിന്റെ അകത്തോടെ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. കാരണം ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത് ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ മൈൻഡിനകത്ത് ഇങ്ങനെ ഒരു പ്രയാസം വെച്ചുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് സൊല്യൂഷൻ ആണ്, നല്ല പരിഹാരം ദൈവമാണ്. അപ്പോൾ തന്നെ നമ്മളാണ് ഏറ്റവും നല്ല ഡോക്ടർ. ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എന്റെ ഫാമിലിയിലുള്ളവർക്ക് എന്നെ ട്രീറ്റ് ചെയ്യാൻ അറിയാം. കാരണം അവർക്ക് എന്റെ വികാരങ്ങൾ അറിയാം, വിചാരങ്ങൾ അറിയാം. ഒരുമാതിരി ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനത, ഏതെങ്കിലും ഒരു നല്ല സ്വാധീനം ചെലുത്താന് അവരിൽ ആർക്കെങ്കിലും പറ്റും. ഒന്നെങ്കിൽ അപ്പനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ എന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അവർക്ക് പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും നല്ല ഡോക്ടർ നമ്മൾ തന്നെയാണ്. കാരണം നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും, ഡോക്ടറെ എനിക്ക് ഇന്നതുപോലെയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞാലേ ഡോക്ടറിന് മനസ്സിലാകത്തുള്ളൂ. അതേ സമയത്ത് ഉറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ഡോക്ടറിനോട് ചോദിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്റെ ഹൃദയം പറയും, നീ ഇന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് നിനക്ക് ഉറക്കം നഷ്ടപ്പെട്ടെ എന്ന് എന്റെ അകത്തിരുന്നൊരു ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാറില്ല. എന്നെ ഇങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി നിർത്തിയപ്പോ അതൊരു ദൈവദാസനുമാണ്, അപ്പോൾ തന്നെ കൗൺസിലറാണ്, അപ്പോൾ തന്നെ ഒരു ഡോക്ടറാണ്. അപ്പം ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ അഭിമുഖമായിട്ട്, ഇപ്പം എന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് പോലെ തന്നെ അഭിമുഖമായിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് ഡോക്ടർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോനെ നിനക്ക് എത്ര വയസ്സ് വരെ ജീവിക്കണം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 85 വയസ്സ് വരെ ജീവിക്കണം. അതെന്തിനു 85 വയസ്സ് വരെ? നിനക്ക് 85 വരെ? ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം. എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ ഒന്നിനും അല്ല, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. കാരണം അതിലാണല്ലോ ഞാൻ എന്റെ രോഗസൗഖ്യമായത്. അതുകൊണ്ട് എനിക്ക് കർത്താവിനെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിന്റെ ഭർത്താവിനെ വിട്ടുപോകുന്നത് നിനക്ക് വിഷമമില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് അത് വിഷമമില്ല. കുഞ്ഞുങ്ങളെ വിട്ടുപോകുന്നതിന് വിഷമമില്ലേ? അതല്ല എനിക്ക് വിഷമം. എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്ക് സമയമില്ല. അപ്പം ഞാൻ ഈ ഡിപ്രഷൻ മൈൻഡിനകത്തോട് പോകുമ്പോൾ എല്ലാം യാന്ത്രികമായിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നേ. ഞാൻ കഞ്ഞി വെക്കുന്നെങ്കിൽ, കറി വെക്കുന്നെങ്കിൽ, ഞാനൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് യാന്ത്രികമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഒറിജിനൽ ഒന്ന് ജീവിക്കണം. എനിക്ക് അതിനോടൊന്ന് കൊതിയായിപ്പോയി. കാരണം ഞാൻ ആർക്കാണ്ടും വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെ എനിക്കങ്ങ് തോന്നുമായിരുന്നു. എല്ലാം ചെയ്യുന്നു. ആരെങ്കിലും സംസാരിക്കുമ്പോൾ, എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറിജിനൽ അല്ല. എനിക്ക് മനസ്സിന്റെ അകത്ത് ഭയങ്കര ദുഃഖമാണ്, ടെൻഷനാണ്, സമ്മർദ്ദമാണ്. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വെളിയിലുള്ള ആർക്കും അറിയാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഡിപ്രഷൻ മൈൻഡ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പിന്നീടാണ് എനിക്ക് ജോയ്സ് മേയർ എഴുതിയ മനസ്സ് ഒരു യുദ്ധക്കളം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ വായിച്ചു. അപ്പൊ എനിക്ക് തോന്നി, കർത്താവേ, ഇത് ഇങ്ങനെ തന്നെയാണല്ലോ എന്റെ മൈൻഡ് പോയതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തോന്നും. അപ്പൊ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു ഡിപ്രഷൻ മൈൻഡിനകത്തോട് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും മനസ്സിലാക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും വെളിയിൽ വരാൻ പറ്റും. എല്ലാവർക്കും. ഞാൻ പറയാം, സമൂഹത്തിൽ നല്ല ലെവലിൽ ഉപയോഗിക്കപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, പിന്നാമ്പുറത്തിലേക്ക് ഒന്ന് നോക്കിയാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഏതിൽ നിന്നോ കയറി വന്ന ഒരു കറേജാണ്. അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു പരീക്ഷണ ഘട്ടത്തിൽ അവർ നേടിയെടുത്ത ഒരു ആർജവം, അവർ നേടിയെടുത്ത ഒരു ഊർജം, അവർ നേടിയെടുത്ത ഒരു കരുത്താണ് പിന്നത്തേതിൽ അവരെ സ്റ്റാർ ആക്കിയത്. അപ്പം എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം. അപ്പൊ ഈ ഡിപ്രഷൻ മൈൻഡിനകത്തോടെ ഞാൻ പോകുമ്പോൾ ഒരാള് എന്നോടൊരു സങ്കടം പറഞ്ഞാൽ കേൾക്കുമെന്നുണ്ടെങ്കിൽ അതൊന്നും ഒറിജിനൽ അല്ലായിരുന്നു. ആ ഒരു സംഭവത്തിനകത്തോടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. 3.5 വർഷമായിരുന്നു എന്റെ കാലാവധി. 3.5 വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര യുഗങ്ങൾ പോലെ എനിക്ക് തോന്നിച്ചു. കാരണം ഈ ഒറ്റ ദിവസം ഡിപ്രഷൻ മൈൻഡ് ഉള്ളവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയ ഒരാൾക്ക് 3.5 വർഷം എങ്ങനെ നിന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള അതെങ്ങനെ ഞാൻ അതിജീവിച്ചു. കാരണം ആ സമയത്ത് അതിനു മുൻപൊക്കെ പ്രാർത്ഥിച്ചതിന്റെ ആ ഫലമായിരിക്കാം ഒരുപക്ഷെ ആ സമയത്ത് എന്നെ കംഫോർട്ട് ചെയ്ത് നിർത്തിയെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ആ സമയത്ത് എന്നോട് എന്റെ അങ്കിൾ ഒരു ദൂത് പറഞ്ഞത് ഇതാണ്, അതെ, നീ കഷ്ടത മറക്കും,
ഒഴുകിപ്പോയ വെള്ളം പോലെ നീ അതിനെ ഓർക്കും. അപ്പോ ഈ ഡിപ്രഷൻ മൈൻഡിനകത്താണ് ഈ തോത്. പക്ഷെ എവിടെയൊക്കെയോ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ മൈൻഡ് വരുമ്പോ പെട്ടെന്ന് അത് മാറിപ്പോകും. ഈ പകല് ഒരു 5-6 മണിക്ക് ശേഷം എനിക്ക് ഭയം എന്നിൽ പ്രവേശിക്കായിരുന്നു. ഭയം ഇങ്ങനെ വരും. ഭയം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്റെ ബോഡി ഷിവറാകാൻ തുടങ്ങും. പിന്നെ എനിക്ക് ടയർനെസ് ആയി മാറും. പിന്നെ കിടന്നിട്ടും സ്വസ്ഥതയില്ല, വെള്ളം കുടിച്ച ദാഹം മാറുന്നില്ല, ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിച്ചാൽ അല്പം ഫ്രീ ആകും നോക്കി അതൊന്നും ഒരു ഫ്രീഡം എനിക്ക് തോന്നുന്നില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നു. പിന്നെ അത് എനിക്ക് ആഹാരം കഴിക്കത്തില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഒരല്പം ആഹാരം കൊണ്ടുവച്ചാൽ എനിക്ക് ആഹാരത്തോട് വെറുപ്പ് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം മുൻപിൽ കൊണ്ടുവന്ന് വെച്ചാലും അതെനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലാത്ത ഒരു അനുഭവമായി മാറി. പിന്നീടുള്ള സമയം എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ആഹാരത്തോട് വിരക്തിയായി മാറി. ഞാൻ ആകെ മെരിയാൻ തുടങ്ങി. അപ്പൊ ഒരുപാട് ഈ ഡിപ്രഷൻ മൈൻഡിന്റെ അകത്തൂടെ എന്റെ നല്ല മൈൻഡുകളെല്ലാം അങ്ങ് മാറി. എന്റെ നല്ല ഫ്രണ്ട്സ്, ആ സമയത്ത് എനിക്ക് നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് എല്ലാം വിട്ടുപോയി. ഈ ഒരു സമയത്ത് ആഹാരം പോലും കഴിക്കാനാവാതെ ഞാനിങ്ങനെ നിന്നു. ആ സമയത്ത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങേറ്റം ഒരു പ്രാർത്ഥിച്ച് സഹായിക്കൊക്കെ നിർത്തിയിരുന്ന ഒരു കുടുംബമായിരുന്നു. ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള ഒരു കുടുംബമായിരുന്നു. അവർ കർത്താവിലേക്ക് തിരിഞ്ഞു വന്നു. പക്ഷെ എനിക്ക് അവരെ യഥാർത്ഥമായ രീതിയിൽ അവർക്ക് അഡ്വൈസ് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നും അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പുണ്ട്. അതോർക്കും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ അവരോട് ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അവരോട് പറഞ്ഞത്, മക്കളെ, ഞാൻ നിങ്ങളെ നന്നായി സ്നേഹിച്ച് നിങ്ങൾ കരുതിയൊക്കെ നിന്നുകൊണ്ടിരുന്ന ഈ ഒരു ടൈമിൽ എനിക്കൊരു ഡിപ്രഷൻ മൈൻഡ് വന്നിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള കോൺടാക്റ്റിൽ എനിക്ക് തുടരാൻ കഴിയാതെ വന്നതെന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് അവരോട് ഈ കാര്യം ഒന്ന് തുറന്നു പറയാനിടയായിട്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഡിപ്രഷൻ മൈൻഡിനകത്തൂടെ ആയി പോകുന്നവരുണ്ട്. ഞാനൊക്കെ ഓർത്ത് എന്നെ ബീച്ചിലൊക്കെ ഭാര്യ ഭർത്താവും ഒക്കെ വരുമ്പോ, എന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ ഞാൻ ഓർത്തു അവരൊക്കെ ആസ്വദിക്കാൻ, ഇല്ലെങ്കിൽ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് വരുന്നതെന്ന് ഞാൻ ഓർത്തു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ബീച്ചൊക്കെ തെരഞ്ഞെടുക്കുന്ന അവർ വിഷമം ഒന്ന് മറക്കാനും വീട്ടിൽ നിന്ന് അല്പം മാറി നിന്ന് അവരുടെ ഡിപ്രഷൻ മൈൻഡ് മാറ്റാനാ. നമ്മൾ ഓർക്കുന്ന എന്താ എൻജോയ്മെന്റിന് വേണ്ടി അവർ വന്ന് നിൽക്കുന്നതാണ്. പക്ഷെ സാധാരണ മുക്കാലും ആൾക്കാർ വരുന്നത് അവരുടെ ഡിപ്രഷൻ മൈൻഡിനകത്തുനിന്ന് സ്വസ്ഥമാകാൻ വേണ്ടി വരുന്നതാണ്. പിന്നീട് എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിനകത്തോടെ എനിക്ക് മനസ്സിലായി. ഈ ഒരു സമയത്തിനകത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ കർത്താവിനോട് നന്നായി സംസാരിക്കുമായിരുന്നു. സംസാരിക്കുന്നു പറയുമ്പോഴും ഡയറക്റ്റ് അല്ല, ഇൻഡയറക്ട്ലി കർത്താവ് പല കാര്യങ്ങൾക്കകത്തൂടെ എനിക്ക് ഇങ്ങനെ ഒരു ആശയങ്ങൾ കർത്താവ് കൈമാറുമായിരുന്നു. ആ സമയത്താണ് ഞാൻ ആ ദർശനം കണ്ടതുപോലെ തന്നെ എന്റെ ശരീരം എല്ലാം ഉടഞ്ഞു പോകുന്നത് പോലെ തോന്നി. എന്റെ കണ്ണ് അപ്പൊ ഈ കണ്ണ് കുത്തി എടുക്കുന്നത് പോലത്തെ ഒരു സംഭവം വന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കണ്ണ് കറന്നതുപോലെ. ആരോ ഇപ്പൊ കണ്ണ് കറങ്ങാൻ ഒരു സാധ്യതയില്ല, പക്ഷെ എനിക്ക് തോന്നുവാണ്. എനിക്കത് തോന്നലാന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അനുഭവിക്കുവാണ്. അപ്പൊ ആ സമയത്ത് എന്റെ പേരൻസ് ഒക്കെ പറയും, എവിടെ കണ്ടു, നിനക്ക് ചുമ്മാ തോന്നുവാന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നലായിട്ട് മാറുന്നില്ല, എനിക്കത് ഫീൽ ചെയ്യുവാണ്. അപ്പൊ ഈ കണ്ണിങ്ങനെ കറങ്ങുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. എനിക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിനകത്തേക്ക് വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ 3.5 വർഷം ഒരു ഡിപ്രഷൻ മൈൻഡിനകത്തൂടെ ഞാൻ യാത്ര ചെയ്തു. 3.5 വർഷം ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് ഒരുപാട് കാലഘട്ടമായി. അപ്പൊ എനിക്ക് ഉറക്കത്തിന്റെ വില മനസ്സിലായി. ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചിലർ പറയും പോത്തുപോലെ കിടന്നുറങ്ങിയാൽ എന്നെ ഉറക്കമായിരുന്നല്ലോ, പോത്ത് പോലത്തെ ഉറക്കമായിരുന്നല്ലോ ഉറങ്ങിയെന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ സന്തോഷമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉറക്കം ദൈവം കൊടുക്കുന്ന. കാരണം ഉറങ്ങാനും വേണം ഒരു കൃപ. എങ്ങനെ പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. നീയല്ലോ യഹോവയെ എന്റെ നിർഭയം വസിക്കും. അപ്പൊ ഭയം വന്നാൽ ഉറക്കം നഷ്ടപ്പെടും. എന്റെ ജീവിതത്തിന് അനുഭവം ഞാൻ വന്നേ. അപ്പൊ ഭയപ്പാടുള്ളത് കൊണ്ട് ഉറക്കം നടക്കുന്നില്ല. ഇപ്പോഴാണെങ്കിലും ഡിപ്രഷൻ മൈൻഡുള്ള ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ അവരോട് ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് ഉറക്കമുണ്ടോ? അവർ പറയില്ല, എനിക്ക് ഉറക്കമില്ല. അതാണ് ആദ്യത്തെ പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നീട് അവർ ഉറങ്ങുന്ന ടൈം എപ്പോഴാണെന്നറിയാമോ? രാവിലെ സമയം. എല്ലാവരും എഴുന്നേൽക്കുന്ന സമയമാണ് ഇവർക്ക് ഉറക്കം വരുന്നത്. ഇവർക്ക് ഒരു 4 മണിക്ക് 5 മണിക്കൊക്കെ ഉറക്കം വരത്തുള്ളൂ. എന്നതുപോലെ തന്നെ ഞാനും ഈ 3.5 വർഷം ശരിക്കും പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. ഒരു 4-5 മണിയാവുമ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കും. 1 മണിക്കൂറോ 2 മണിക്കൂർ ഉറങ്ങാൻ ഇല്ലാത്തൊരു അനുഭവമാണ്. പെട്ടെന്ന് ആ 1 മണിക്കൂർ ഉറക്കം കഴിയുമ്പോൾ എഴുന്നേൽക്കും. വീണ്ടും ഇങ്ങനെ ഡിപ്രഷൻ മൈൻഡ് സ്റ്റാർട്ട് ചെയ്യും. ഒരു വീട്ടിൽ പോയ ആ പാട്ട് കേൾക്കത്തില്ല, വചനമെല്ലാം ഒന്നും വായിക്കാൻ പറ്റത്തില്ല, ആൾക്കാരോട് യാന്ത്രികമായി സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാലം എന്റെ മൈൻഡിനകത്ത് ആ ടൈമിൽ ഇറങ്ങി ഓടയാൽ കൊള്ളാം ഇങ്ങനെയൊക്കെ വരും. പക്ഷെ ഓടാൻ പറ്റത്തില്ല, ഞാനൊരു ദേവദാസിയാണ്. അങ്ങനെ പെട്ടെന്ന് ചിന്ത വരും. പെട്ടെന്ന് ഞാൻ ആ വികാരത്തെ
അവിടെ അടക്കി പിടിക്കുമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു ഉറക്കം കൊള്ളുകയുടെ ഒരു ചെറിയ തരി പോലും എന്റെ ഉള്ളിൽ ചെല്ലാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അവിടെയൊക്കെ കർത്താവിനെ സുരക്ഷിതത്വം ചെയ്യുമായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി തോന്നുന്നു. ആ ഒരു ഭാഗം, ആ ഒരു നിലവാരത്തിൽ അങ്ങനെ അങ്ങ് ഈ 3.5 വർഷം നന്നായി തന്നെ പോയി. ഈ ഒരു രീതിയിൽ സിറ്റുവേഷന്റെ അകത്തോടെ പോയി. 2013 ഡിസംബർ മാസം 31-ാം തീയതി ഞാൻ കർത്താവുമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. കർത്താവെ, 3.5 വർഷമായല്ലോ ഞാനൊരു ഭ്രാന്തിയെ പോലെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്കിലും എനിക്കറിയാം, എനിക്ക് സുബോധത്തോടല്ല ഞാൻ ഓരോ കാര്യം ചെയ്യുന്നത്, എനിക്കിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലപ്പാ എന്ന് ഞാൻ കർത്താവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. കാരണം എന്നെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടോ, ആരുടെ അടുത്ത് കൊണ്ടുപോയിട്ടു എനിക്ക് റിക്കവർ ആകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, കർത്താവെ എനിക്കത് ഒരിക്കലും എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല, ഞാൻ ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ഇങ്ങനെ മാത്രം ഞാൻ തീരുമാനിക്കും, ഒന്നെങ്കിൽ എനിക്ക് ജീവിക്കുവാണെങ്കിൽ നന്നായി എനിക്ക് ജീവിക്കണം, ഫ്രഷ് മൈൻഡ് എനിക്ക് തരണം, ഫ്രഷ് മൈൻഡ് എനിക്ക് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എനിക്ക് നല്ലൊരു മൈൻഡ് തന്നാൽ എന്റെ ഉറക്കത്തെ കളഞ്ഞ് ഞാൻ ദൈവത്തിന് വേണ്ടി നിന്നോളാം എന്ന് രണ്ടാമത്തെ തീരുമാനമെടുത്തു. ഈ ഒരു സമയത്ത് ഈ ഒരു നല്ല ഈ ഒരു ഭാഗത്തിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു തൂണിച്ചാരി ഇങ്ങനെ നിൽക്കുക, ഡിപ്രഷൻ മൈൻഡ് ആണ് ആ ടൈമിലും. അപ്പൊ ഒരു ചെറിയ പുഴു ഇങ്ങനെ എന്റെ കാലിന്റെ ചോട്ടിലൂടെ ഇങ്ങനെ പോയപ്പോ ഞാൻ ഓർത്ത് കാല് പൊക്കി ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങിയപ്പോ കർത്താവിനോട് ചോദിച്ചു, ഇപ്പൊ ആ പുഴുവിന്റെ ആയുസ് ആരുടെ കയ്യിലാ? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സത്യത്തിൽ അത് എന്റെ കയ്യിലാണ്. കാരണം ഞാൻ ഇങ്ങനെ കാലും കൊണ്ട് ചവിട്ടിയാൽ അത് അരഞ്ഞു പോകും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പേരുള്ളത് കൊണ്ട് കർത്താവിന് അവരെയൊക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ, എന്റെ ഈ ഒരു കാര്യം ദൈവം മൈൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പരാതി ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പുഴു ഇങ്ങനെ പോയത്. ഇങ്ങനെ പുഴു പോയപ്പോ ഞാൻ ഇങ്ങനെ കാലെടുത്ത് ചവിട്ടാൻ തുടങ്ങിയപ്പോ കർത്താവ് ചോദിച്ചു, ഇപ്പൊ അത് ആരുടെ അണ്ടറിലാണ്? നിന്റെ അണ്ടറിലാണ്, നീ കാല് ചവിട്ടി, അതിന് പിന്നെ മുന്നോട്ട് ജീവിതമില്ല. അപ്പൊ എന്നതുപോലെയാണ് നീ എന്റെ അടുത്ത്, എനിക്ക് നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് എനിക്ക് നിന്നെ കുറിച്ച് ഉദ്ദേശമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പുഴുവിനോട് പറഞ്ഞു, എന്നാ നീ പോ, നീ സുരക്ഷിതമായി പോ, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, ഞാനും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം എന്നോട് സംസാരിച്ച് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലൊരു കാര്യം, ചെറിയൊരു പുഴുവായിരിക്കും, ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അതിലൂടെ ദൈവം വലിയ കാര്യങ്ങള് സന്ദേശമായിട്ട് ദൈവം നമുക്ക് കൈമാറുമെന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അപ്പൊ ഈ ഡിപ്രഷൻ മൈൻഡിനകത്തോട് പോയി ഏറ്റവും ഒടുവിലത്തെ കാലഘട്ടത്തിലേക്ക് വന്നു. 2012 ഡിസംബർ മാസം 31-ാം തീയതി ആണ്ടുപിറവി യോഗമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ഡിപ്രഷൻ മൈൻഡ് തന്നെയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ദൈവമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, കർത്താവ് എനിക്ക് ആയുസ് തരുവാണെങ്കിൽ 2013 നീ എന്നെ പ്രവേശിപ്പിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിൽ എനിക്ക് തുടരാൻ കഴിയത്തില്ല, എനിക്ക് വളരെ പ്രയാസകരമായി തോന്നുന്നു. അതുകൊണ്ട് ഒന്നെങ്കിൽ നീ എന്റെ ജീവൻ എടുക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഫ്രഷ് മൈൻഡ് തരണം. ഈ രണ്ടിലൊന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ എനിക്ക് നല്ല ജീവിതം, ഇല്ലെങ്കിൽ എന്റെ ജീവനെ നീ എടുക്കണം. ഈ രണ്ട് കാര്യം പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഓർക്കുന്നത് ഞാൻ മരിച്ചു പോകുമായിരിക്കും. ഞാൻ എന്റെ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, എന്റെ ആ മൈൻഡിനൊക്കെ എനിക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. വിവേകം ഇല്ലാത്തോണ്ടല്ല, ജ്ഞാനം ഇല്ലാത്തോണ്ടല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടല്ല, വചനത്തിന്റെ അറിവില്ലാത്തോണ്ടല്ല, ഇതെല്ലാം ഉള്ളപ്പോഴും എനിക്ക് ഇങ്ങനെ പറയാനാണ് എനിക്ക് തോന്നി. ആ രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചു. എന്നിട്ട് ഒരു 12 മണിയായപ്പോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടന്നപ്പോ മരിക്കാൻ കിടക്കുന്നത് പോലാണ് ഞാൻ കിടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ദൈവാത്മാവ് എനിക്കൊരു ഉറക്കം തന്നു കേട്ടോ. ആ ഉറക്കം ഇന്ന് വരെ സൂപ്പറായിട്ടുണ്ട്. അപ്പൊ ആ 2012 ഡിസംബർ മാസം 31-ാം തീയതി 12 മണിക്ക് ഞാൻ കിടന്നുറങ്ങിയ ഉറക്കം പിറ്റേ ദിവസം രാവിലെ 9 മണി, അത്രയും ദൈർഘ്യത്തിലുള്ള ഉറക്കം ആദ്യമായിട്ട്. എന്റെ വീട്ടുകാരെല്ലാം സന്തോഷിച്ചു, കൊച്ചിന്ന് നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു, അവൾക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം അവള് നന്നായിട്ട് ഉറങ്ങി. എന്നെ ദൈവം സന്ദർശിച്ച ദിവസമായിരുന്നു 2013 1-ാം മാസം 1-ാം തീയതി. ഫ്രഷ് മൈൻഡ് ആയിട്ട് ഞാനൊരു 9 മണിയായപ്പോ ഫ്രഷ് മൈൻഡ് ആയിട്ട് എഴുന്നേറ്റു. എനിക്ക് പുതിയ ലോകത്തേക്ക് ഞാൻ പറന്നെത്തിയതുപോലെ എനിക്ക് തോന്നി. 3.5 വർഷം എന്തായിരുന്നു എനിക്ക് അറിയത്തില്ല. ഈ 3.5 വർഷം ഞാൻ ഈ ലോകത്തായിരുന്നു, വേറെ ലോകത്തായിരുന്നു, എന്റെ മാതാപിതാക്കളായിരുന്നോ, ഇത് എന്റെ സഹോദരങ്ങളായിരുന്നോ, ഇല്ലെങ്കിൽ എന്റെ ഭർത്താവായിരുന്നോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലാത്തൊരു ജീവിതത്തിനകത്തോട് ഞാൻ പോയിട്ട് 2013 1-ാം മാസം 1-ാം തീയതി എല്ലാരും എനിക്കൊന്ന് മനസ്സിലായി. ഞാൻ പുതിയൊരു ലോകത്തിൽ പുതിയ ഒരാളായിട്ട് ഞാൻ ഇറങ്ങി വന്നതുപോലെ എനിക്ക് തോന്നി. അന്നേരം കർത്താവിന്റെ മനസ്സിനകത്ത് തന്നൊരു വചനമാ, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് ഞാൻ നിന്നെ ചുറ്റിക്കൊള്ളും.
കർത്താവിനോട് പറഞ്ഞു, രക്ഷയുടെ ഉല്ലാസത്തിന്റെ കോശം കൊണ്ട് ഞാൻ നിന്നെ ചുറ്റും. ചുറ്റുക എന്ന് പറഞ്ഞ പൊതിയുക എന്നർത്ഥം. കർത്താവിനോട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ പൊതിയാൻ വേണ്ടി പോവാ, സന്തോഷം കൊണ്ട് ഉല്ലാസം കൊണ്ട് നിന്നെ പൊതിയ. അപ്പൊ ഈ 3.5 വർഷം ഞാൻ അനുഭവിച്ചതല്ല, കർത്താവ് ഒറ്റ വചനം കൊണ്ട് തിരുത്തി എന്നുള്ളതാ. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മളിപ്പോ അനുഭവിക്കുന്ന ഒരു ഭാരം ദൈവത്തിന്റെ സിമ്പിൾ വേർഡ് കൊണ്ട് പരിഹരിക്കാനുള്ളതേ ഉള്ളൂ. ദൈവം അതന്നെ പറഞ്ഞ, നീ ഒന്ന് നോക്കിയാൽ മതി എന്റെ ലൈഫ് മാറും, നീ എന്നൊന്ന് തൊട്ടാൽ മതി എന്റെ ലൈഫ് മാറും. അപ്പൊ കർത്താവ് തൊടാതെ ഇങ്ങനെയാ. എനിക്ക് അത് ആ സമയത്ത് ഒരു വചനം വന്നാണ്, മിണ്ടാതിരുന്നത് നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങി പോകുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. അപ്പം അസ്ഥിക്ഷയൊക്കെ വരുന്നത് ഞാനും ദൈവവും സംസാരിക്കാതിരുന്നാൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഇന്നൊക്കെ എല്ലാവർക്കും തേയ്മാനങ്ങള്. കാരണം എന്താണെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള സംസാരം പറഞ്ഞു. മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ചാറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവവുമായിട്ടുള്ള സംസാരം പറയുമ്പോൾ അസ്ഥിക്ഷയം ഉണ്ടാകും. അത് പറഞ്ഞ് നീ മിണ്ടാതിരുന്നപ്പോ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആയി പോകുന്ന പോലെയാണ്. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നപ്പോ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയിന്ന. അപ്പൊ ദൈവത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കണം, എപ്പോഴും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ അസ്ഥികൾക്ക് പോലും അത് ബലമാണെന്ന് വചനത്തിനകത്തോടെ ആ സമയത്ത് ദൈവനോട് സംസാരിച്ചു. അപ്പൊ ഈ ഒരു മാനസിക സംഘർഷം 2013 1-ാം മാസം 1-ാം തീയതി എന്നെ വിട്ടു മാറി. അത് കഴിഞ്ഞിട്ട് 2022 വന്നപ്പോ എന്റെ അമ്മ നല്ല യൗവനത്തിൽ തന്നെ എന്റെ അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ക്യാൻസർ പേഷ്യന്റ് ആയിട്ടാണ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയത്. ബോൺ ക്യാൻസർ ആയിരുന്നു എന്റെ അമ്മയ്ക്ക്. ആ സമയത്ത് എനിക്കൊരു ഡിപ്രഷൻ പോലെ ഒരു ഭയങ്കര ടെൻഷൻ കയറി വന്നു. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ ഒപ്പനും ചെയ്ത ഒരു ഉടമ്പടി ഉണ്ടല്ലോ, അതിനകത്ത് നീ എന്നെ നിർത്തണം എന്ന് പറഞ്ഞു. 2022 എന്റെ അമ്മ എന്നെ വിട്ടുപോയി. പക്ഷെ ആ ഒരു ഡിപ്രഷൻ മൈൻഡ് സ്റ്റാർട്ട് ചെയ്യുമോ എന്ന് എനിക്കൊരു സങ്കോചം ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം, ആ ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലെ വന്നു. 2-ാമത്തെ ദിവസം അങ്ങനെ ആ ഒരു വീക്ക് ഇങ്ങനെ അങ്ങ് പോയെങ്കിലും പിന്നീട് ഇന്നും വരെ എന്റെ ജീവിതത്തിൽ ആ ഒരു ലൈഫിനകത്തേക്ക് തിരിഞ്ഞു കയറാതെ, തിരിഞ്ഞു നോക്കാതെ ദൈവം ഇതുവരെ നന്നായി ഭദ്രമായി നടത്തി എന്ന് വേണം പറയാൻ. ആ സമയം മുതൽ കർത്താവിനെ അത്ഭുതകരമായി നടത്തി. ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മകൾ, ഒരുപാട് വാഗ്ദത്തങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്പോ എന്റെ അമ്മ ആ സമയത്തൊക്കെ നല്ല വേദനിച്ച് കിടക്കുന്ന സമയത്തൊക്കെ എന്നോട് പറയുന്നു, മോനെ, നീ എന്നോട് വചനം സംസാരിച്ചെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, നീ സംസാരിക്കുന്ന എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നും. അപ്പൊ നമ്മുടെ അതുകൊണ്ടാ പറഞ്ഞ പൗലോസൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇടുക്കം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ലെന്ന്. അപ്പൊ ഒരു ഭാഗത്ത് ഞാൻ വേദന അനുഭവിച്ചെങ്കിലും മറുഭാഗത്ത് മറ്റുള്ളവർക്ക് മരുന്നാകാൻ നമുക്ക് കഴിയും. ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്താൽ മതി, ആ വേദനയാണ് മറ്റുള്ളവരെ നമുക്ക് കയറും പിടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു എനർജി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന. അപ്പം മെറ്റ്ഫോമിനേക്കാളും എല്ലാം ഒരു എനിക്ക് ഞാൻ പറയുന്ന സംസാരത്തിനകത്ത്, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു പാട്ടിനകത്തൊക്കെ അമ്മയ്ക്ക് അത് ഭയങ്കര ആശ്വാസമായി മാറുമായിരുന്നു. ഞാൻ പാട്ട് പാടുമ്പോൾ ശാന്തമായി ഉറങ്ങുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ നല്ല രീതിയിൽ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് നല്ല ഔഷധം തന്നെയാണ്. അമ്മ ശാന്തമായി ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അമ്മ പറയും, വേദന പോയി കുഞ്ഞെന്ന് പറയും. ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടല്ല, ഒരു മെഡിസിനും ആ സമയത്ത് കഴിക്കുന്നുമില്ലായിരുന്നു. മെറ്റ്ഫോമിനേക്കാൾ ബെറ്റർ ആണ് നമ്മുടെ പ്രാർത്ഥന, മെറ്റ്ഫോമിനേക്കാൾ ബെറ്റർ ആണ് നമ്മുടെ പാട്ട്. നമ്മൾ അതൊക്കെ മനസ്സ് തുറന്ന് പാടിയാൽ കർത്താവ് ഒരുപാട് ആശ്വാസം കൊടുക്കും മറ്റുള്ളവർക്ക് വേണ്ടി. എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടേഴ്സിന് നമ്മുടെ വേദന, പെയിൻ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ പ്രാർത്ഥനക്കാരനും ഒരു പെയിനിനെ എടുത്തു മാറ്റാൻ കഴിയും. പ്രാർത്ഥനക്കാരന് ഒരു പെയിൻ എങ്ങനെ ഉണ്ടെന്ന് അതിന്റെ അളവിനെ എടുത്തു മാറ്റാൻ കഴിയും. ഈ 2 പേർക്കേ ലോകത്തിൽ പെയിനിനെ എടുത്ത് മാറ്റാൻ കഴിയത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സിറ്റുവേഷൻ വരുമ്പോ നമ്മുടെ ജീവിത അനുഭവത്തിനകത്തോടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഏറ്റവും നല്ലതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജീവിച്ചു വന്നു. ആ ഡിപ്രഷൻ മൈൻഡ് മാറി സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് ശക്തമായിട്ട് കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് പ്രവചനാത്മാവിൽ എനിക്ക് കർത്താവ് ശുശ്രൂഷ നൽകി. ശുശ്രൂഷകൾക്ക് വേണ്ടി പല ഇടങ്ങളിൽ എന്നെ ഓടിക്കാൻ തുടങ്ങി. ഞാൻ പല ഇടങ്ങളിൽ കർത്താവിന്റെ നാമനിമിത്തം പോയിട്ടുണ്ട്. ശുശ്രൂഷകളും കൺവെൻഷനൊക്കെ എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ അതൊക്കെ ഇതിന്റെ അകത്തൂടെ ഒക്കെ കിട്ടിയ ഊർജ്ജമാണ് എനിക്ക് ഇങ്ങനെയുള്ള മേഖലകൾക്കകത്ത് കരുത്തോടെ എന്നെ നിർത്തുമാറാക്കിയത്. അവിടെയൊക്കെ എനിക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൺവെൻഷൻ സ്റ്റേജിലും അതുപോലെ ഒക്കെയുള്ള ഓരോ കാര്യത്തിനകത്തും എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റി. ഒരുപാട് പേർക്ക് ഇന്നും ഞാൻ ഒരു അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എന്നോട് ഡിപ്രഷൻ മൈൻഡ് ഉള്ളവരാണ് കൂടുതലും പേര് എന്നെ വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഡിപ്രഷൻ മൈൻഡ് തുറന്നു പറയാതിരിക്കുന്നത്, പ്രാർത്ഥനക്കാരോട് തുറന്നു പറയാം. അപ്പോൾ തന്നെ അവർ തരുന്ന സൊല്യൂഷന്റെ അകത്ത് നമുക്ക് നിൽക്കാൻ പറ്റും. നമ്മൾ സ്വമേധ എടുക്കുന്ന ആ ദേവദാസൻ എന്നെ കൗൺസിലിംഗ് ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, നീ ഇന്നലെ വരെ ഏത് കാര്യം ചെയ്തേ അത് നീ തുടരണം. ഇന്നലെ വരെ ചെയ്ത ഒരു കാര്യം നിർത്തിപ്പോകണം.
പോകരുത്. ഇന്നലെ വരെ ചെയ്ത കാര്യം നീ തുടരാനിടയായി തീർന്നു. അത് നിന്റെ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്ത അനുഭവത്തിൽ നീ തുടരാതിരുന്നാൽ അത് നിനക്ക് ഡിപ്രഷനായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഇന്നലെ വരെ ചെയ്ത കാര്യം ഇന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. ദുഃഖത്തിന് വേണ്ടി ഒരു ടൈം എടുക്കരുത്, ചിന്തിക്കാൻ വേണ്ടി ഒരു ടൈം എടുക്കരുത് എന്ന് എന്നോട് കർത്താവ് സംസാരിക്കാനായിട്ട് ഇടയായിരുന്നു. ആ ഡോക്ടർ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു തരാൻ ഇടയായി തീർന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ആത്മമണ്ഡലത്തിൽ ശക്തമായി എന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തി. നന്നായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനും വചനം ധ്യാനിക്കാനൊക്കെ കഴിഞ്ഞു. വചനം ധ്യാനിക്കുമ്പോഴൊക്കെ ദൈവാത്മ ശക്തമായ നിലകളിൽ അസാധാരണ വെളിപ്പാടുകളൊക്കെ തന്ന ദൈവം എന്നെ നിർത്തുവാനായിട്ട് ഇടയായിരുന്നു. എനിക്ക് തോന്നുന്നു 2020 എന്റെ അമ്മയുടെ ഒക്കെ മരണത്തിന് ശേഷം 2023, 24 ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇങ്ങനെ കേട്ടു. അപ്പം അതും എന്റെ ഒരു അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും ആത്മതലത്തിൽ ഇങ്ങനെ ഒരു മൂവിങ് ഉണ്ട് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അനുഭവിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ഇങ്ങനെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ലിങ്ക് കണ്ടു. ഫൈൻഡ് യുവർ ഏഞ്ചൽസ് ആണ് അതിന്റെ ക്യാപ്ഷൻ. അപ്പൊ ഞാനത് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, നമ്മുടെ കൂടെ ദൂത സഞ്ചയങ്ങളുണ്ട്, നമ്മുടെ കൂടെ നടക്കാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ. ദൂത സഞ്ചയങ്ങൾ, ദൂതഗണങ്ങൾ, ദൂതന്മാരുടെ സൈന്യം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഒന്നിലധികം ദൂതന്മാരുണ്ട് വെവ്വേറെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി. ഇവിടുത്തെ ലോകത്തിന്റെ സിസ്റ്റം പോലെ തന്നെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ദൂതന്മാരാണ്. അപ്പൊ സേവകാത്മാക്കളായ ദൂതഗണങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു അറിവ് നമുക്കുണ്ട്. പക്ഷെ ഇന്ന് വരെ നമ്മൾ അങ്ങനെ ഒരു മേഖല കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ആ ഒരു സമയത്തിനകത്ത് ഇങ്ങനെ ഒരു ക്യാപ്ഷൻ ഞാൻ കണ്ടു. ഞാനത് എനിക്കൊരു ആഗ്രഹം തോന്നി, കർത്താവേ അങ്ങനാണെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ഏഞ്ചൽസിനെ എനിക്കൊന്ന് കാണണം. കാരണം ഞാൻ ആ പേടി ഭയം ഒക്കെ വന്നപ്പോ എന്റെ കൂടെ ദൂതന്മാരുണ്ടായിരുന്നെന്ന് നമുക്കറിയാമെങ്കിലും നമുക്ക് ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അനുഭവമില്ല. അതുകൊണ്ട് പക്ഷെ ആ ഭയത്തിനകത്ത് ദൂതനില്ല, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ദൂതന്മാരുടെ പ്രസൻസ് ഉണ്ട്, ദൈവിക സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ സിറ്റുവേഷൻ, അവന്റെ മരണം താഴ്വരെ കൂടി നടക്കുമ്പോൾ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ഞാൻ നിന്നോട് കൂടി ഇരിക്കുന്ന പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ മേഖലകളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നത്. ഇന്നിപ്പോ ലോകത്തിന്റെ അനുഭവത്തിനകത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നു ദൈവസാന്നിധ്യങ്ങൾ തൊട്ടടുത്തുണ്ട്. അതിനെ അനുഭവിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആള് മാറുന്നത്. നമുക്ക് വിടുതൽ ഉണ്ടാകുന്ന ആ ടൈമിലാണ്. അപ്പോ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കണ്ടു ഞാൻ. അന്നേരം ആ ദേവദാസൻ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ രാത്രി ദർശനത്തിൽ മനുഷ്യൻ ശയ്യമേൽ കയറി കിടക്കുമ്പോൾ അവനോട് ദൈവം തുറക്കും, അവന്റെ പ്രബോധനയ്ക്കായി അവന്റെ ഹൃദയത്തെ മുദ്രയിടുന്നു, പ്രബോധനയ്ക്ക് അവന്റെ ചെവിയെ തുറക്കുന്നു. ഈ ഒരു ഭാഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെയാണെങ്കിൽ രാത്രിയിൽ എന്നോട് സംസാരിക്കണം. ഞാൻ കിടന്നുറങ്ങി. ഞാൻ ഓർത്തു ഇങ്ങനെ നല്ലൊരു സ്വപ്നം കാണുമായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ കിടന്നുറങ്ങി. എനിക്കൊന്നും തോന്നിയില്ല. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെയൊക്കെ കണ്ടു. ഞാൻ ഭയങ്കര പ്രിപ്പയർ ആയി, നന്നായി പ്രാർത്ഥിച്ച്, കർത്താവ് എനിക്കൊരു സ്വപ്നം വേണം അപ്പ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് അതെന്താ എന്നെ കാണിക്കാതെ. എനിക്ക് ഭയങ്കര വിഷമം പോലെയൊക്കെ തോന്നി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, പിറ്റേ ദിവസം സൺഡേ ആണ്, ഞാൻ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ പോവുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, അച്ഛാ ഇന്ന് സൺഡേ അല്ലേ, ഞാൻ ചിലപ്പം ആരാധനയ്ക്ക് വന്ന് ഉറങ്ങിയാലോ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ. എന്റെ മനസ്സിൽ അതല്ല, എന്റെ മനസ്സിൽ ഈ ദർശനം എനിക്ക് വേണം. ഇതിനു വേണ്ടി ഞാൻ എങ്ങ പിടിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അച്ഛൻ എന്നോട് പറഞ്ഞു, അന്ന് ഒരു അരമണിക്കൂർ ഉറങ്ങി വേഗം എഴുന്നേറ്റണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അരമണിക്കൂർ ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കട്ടെ, എന്റെ ആ ക്ഷീണം മാറി ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂറത്തേക്ക് ഇങ്ങനെ കിടക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്കും ഒരു അരമണിക്കൂറിലേക്ക് ഞാൻ ബെഡിലേക്ക് പോയി കിടന്നു. ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒരു നിദ്ര പോലെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്തു. അപ്പൊ നല്ലൊരു ഉറക്കത്തിലേക്ക് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ സമയത്ത് ഞാൻ കാണുന്നൊരു ദർശനമാണ്, നിങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെനിക്ക് കൂടുതൽ എനർജിയാണ്. ഇനിയിപ്പോ ഏത് വൈശാലിക ആധിപത്യത്തിന് മുൻപിൽ ചങ്കൂറ്റത്തോടെ അധികാരത്തോടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്കകത്ത് എന്തെങ്കിലും ഒരു കമാൻഡിങ് പവർ വരുന്നുണ്ടെങ്കിൽ അന്ന് കണ്ട ദൈവിക ദർശനത്തിന്റെ ബലമാണെന്ന് എനിക്ക് മനസ്സിലാകും. ദൈവം തരുന്ന വചനത്തിന്റെ ബലമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് ഞാൻ കാണും 2 ലേഡീസ് എന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. 2 ലേഡീസ് ആണ്. അപ്പൊ സാധാരണ ഇടുക്കിക്കാരൊക്കെയുള്ള അവിടുത്തെ ലേഡീസിനെ ഓർത്താൽ മതി. അപ്പൊ അറിയാലോ, ഇപ്പൊ സാധാ പണിക്കാരായിട്ടുള്ള ജോലിക്കാരായിട്ടുള്ള 2 സഹോദരിമാര് എന്റെ അടുത്ത് ഇൻ ഫ്രണ്ട് ഓഫ് മീ, എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കുക. അപ്പൊ ഞാൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു. 2 കസാര ഇട്ട് കൊടുത്ത് 2 പേര് അവിടെ ഇരുന്നു. 2 പേര് അവിടെ ഇരുന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ആന്റി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ഇങ്ങനെ സംസാരിച്ച് തീർന്ന് അവർ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചില്ല, പേര് പറയാവോ? അന്നേരം അതിനകത്ത്
ഒരു ലേഡി പറയാണ് എന്റെ പേര് പറയത്തില്ല. ഞാൻ പറഞ്ഞു ഈ പേര് പറയണം, പേര് പറയാതെ പോകുന്ന ഒരിക്കലും ശരിയല്ല. കാരണം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിട്ട് നിങ്ങളുടെ പേര് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് പേര് പറയാനില്ലല്ലോ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പോകും. അപ്പൊ എന്തിനാണ് ഇവർ രണ്ടുപേരും പേര് പറയത്തില്ല. അതിൽ ഒരാൾ പറയാണ് ഞാൻ വന്ന് രാജ്യം പറയാം. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് രാജ്യമല്ല കേൾക്കണ്ട, എനിക്ക് പേരാ കേൾക്കണ്ടേ. അന്നേരം മറ്റൊരാൾ പറഞ്ഞു ഞാനും വന്ന് രാജ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് രാജ്യവും കേൾക്കണ്ട, എനിക്ക് രണ്ടുപേരുടെ പേര് വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അതിൽ ഒരാൾ പറഞ്ഞു ഞാൻ നെതർലൻഡിൽ നിന്നാണ് വന്നെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു ഞാൻ ദുബായിലാണ് വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് പേര് പറഞ്ഞു. ഞാനത് തൃപ്തിയാകുന്നില്ല. ഞാൻ ഇവരുടെ കൈ ഇങ്ങനെ കയറി പിടിക്കുക ശരിക്കും. അപ്പൊ എനിക്കൊരു മനസ്സിലൊരു കാര്യം, ഞാൻ പകുതി സ്വപ്നത്തിലുമാണ്, പകുതി എനിക്ക് ബോധമുണ്ട്. കാരണം എന്റെ അടുത്തോടെ കുഞ്ഞുങ്ങൾ നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, എന്റെ അച്ഛൻ ഇവരോട് ഈ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. ഇതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഇത് കാണുകയാണ്. അപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൈ, ഞാൻ ഇവരുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു പേര് പറയാതെ ഒരിക്കലും പോകരുത്, അത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നു. ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു കണ്ടോ ഇവരെന്നോട് പേര് പറയാതെ പോവുക, എന്താ ഞാൻ ചെയ്യുന്നത്? അപ്പൊ അവരെന്നോട് പറഞ്ഞു പേര് പറഞ്ഞിട്ട് പോകണം എന്ന് അവരോട് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെ ഒരു നിയോഗം അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ അവരുടെ കയ്യെ കയറി പിടിച്ചു. അവരിങ്ങനെ വേഗം കൈ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പൊ അതിലൊരു ലേഡി എഴുന്നേറ്റ് നിന്നപ്പോ എന്നോട് പറഞ്ഞു നീ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ ഫേസ് അല്ല പിന്നെ കാണുന്നത്, പിന്നെ ഇങ്ങനെ ഒരു പുസ്തകം ഇങ്ങനെ തുറന്ന ഫേസ് പിന്നെ കാണുന്ന പുസ്തകമായിട്ട് ഇങ്ങനെ ഫേസ് മറിച്ചിട്ട് ഈ പുസ്തകമാണ് കാണുന്നത്. പുസ്തകം ഇങ്ങനെ ഓപ്പൺ ആയി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ എന്റെ പ്രൊഫൈൽ പിക്ചർ ഈ പിക്ചറായിരുന്നു, കൈ പിടിക്കുന്ന ഈ പിക്ചറായിരുന്നു. കാരണം അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടതായതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ സ്വപ്നമല്ല, അത് ദർശനം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഇത് ഓപ്പൺ ആയി. അപ്പൊ ഫേസിന് പകരം ഞാൻ കാണുന്ന ഒരു ഓപ്പൺ ബുക്കാണ്. അപ്പൊ എന്നിട്ട് അതിന്റെ നടുവിൽ ഇങ്ങനെ ഒരു കൈ കൂപ്പി നിൽക്കുന്ന ഒരു പാടം പെട്ടെന്ന് ഇങ്ങനെ വരച്ചു വരുവാണ്. പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുന്ന ഒരു പാടം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് പ്രാർത്ഥനയുടെ ഒരു ചിഹ്നമാണ്, ഇത് കൈ കൂപ്പുന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ ചിഹ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എന്താ ഇവര് പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ താഴെ ആ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ അതിന്റെ താഴെ ഗബ്രിയേൽ 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 ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ആ പുസ്തകത്തിനകത്ത് എഴുതി കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവേ ഇത് ദൂതനായിരുന്നു, ഞാൻ അറിഞ്ഞില്ലെന്ന് പറയും. യാക്കോബ് പറഞ്ഞതുപോലെ എനിക്കങ്ങ് കരച്ചിൽ വന്നു. ഞാൻ അന്നേരവും ഇതെല്ലാം ഞാൻ സ്വപ്നത്തിനകത്ത് കാണുന്നത്. അപ്പോ തന്നെ എനിക്ക് പുറത്ത് നടക്കുന്ന ശബ്ദം എല്ലാം എനിക്ക് കേൾക്കാം. അപ്പൊ ഈ അർദ്ധമയക്കെന്ന് പറയുന്നത് പോലത്തെ ഒരു മയക്കത്തിനകത്ത് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു എൻകൗണ്ടർ ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു തൊട്ടടുത്ത ആള് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ആളായിരുന്നു ഏത് ദൂതൻ, പക്ഷെ അതും ദൂതനാന്ന് എനിക്ക് മനസ്സിലായി. ഇതും ദൂതനാന്ന് എന്നെ കർത്താവ് ഇങ്ങനെ എഴുതി കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി ദൂതനാണ്. അപ്പൊ ഞാന് അവിടെ ഇരുന്നു. ഞാൻ കസേരന്ന് എഴുന്നേറ്റിട്ട് അവരെ നടുക്ക് ഇങ്ങനെ ഇരുന്ന് അവരെ കാലിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിട്ടു പോകരുത്, നിങ്ങൾ ദൂതന്മാരാന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ നിങ്ങളെ എനിക്ക് ബഹുമാനിക്കാൻ പറ്റിയില്ല, ആദരിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു, ദൂതനാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവര് കാലെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഞാൻ ചോദിച്ചു എന്നെ ദൂതൻ എന്താ എന്നോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഗബ്രിയേൽ എന്ന് പറയുന്ന ആള് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു, നീ ഇന്ത്യ അറിയുന്ന പ്രവാചകയായിരിക്കും എന്ന് ഇങ്ങനെ ഒരു ആശീർവാദം തന്നു. എന്റെ ദർശനം തീർന്നു. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ആനന്ദമാണ്, സന്തോഷമാണ്, എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞ് നെടുമ്പാട് വീണ് ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് നമ്മുടെ മുൻപിൽ ഒരു ആത്മലോകത്തെ തുറക്കാൻ വഴി. നമ്മൾ ഈ കാണുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ കാണുന്ന ലോകം യാഥാർത്ഥ്യമാണെങ്കിൽ എന്തുകൊണ്ട് ദൂതന്മാരുള്ള ലോകം, കർത്താവുള്ള ലോകം, പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന ലോകം എന്തുകൊണ്ട് മിഥ്യ? അത് മിഥ്യയല്ല, അത് എന്താണ് റിയൽ ലോകമാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ആത്മമണ്ഡലത്തിനകത്ത് നമ്മൾ ഇങ്ങനെ കയറാൻ തുടങ്ങിയ ഒരുപാട് അറിവുകൾ ദൈവം നമുക്ക് തരും. ഇതെന്റെ അനുഭവമാണ്, ഇതെന്റെ ദർശനമാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ശുശ്രൂഷകൾക്കകത്ത് എനിക്ക് മാറ്റം സംഭവിച്ചു. ഹീലിങ്ങുകൾ അനുഭവിച്ചറിയാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ബന്ധനം അഴിഞ്ഞു മാറുന്നതിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. കൈവശശക്തി എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു മേഖലയ്ക്കകത്തൂടെ ആയിരിക്കത്തില്ല ശുശ്രൂഷയുടെ കൈമാറ്റം നടക്കുന്ന. പല ഡിഫറെന്റ് ആയിട്ടുള്ള പല ഏരിയകൾക്കകത്ത് ദൈവ ഗിഫ്റ്റുകൾ കൈമാറാറുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു തലത്തിനകത്തുള്ള ശുശ്രൂഷകൾക്കകത്തൊക്കെ കർത്താവിനെ പ്രയോജനപ്പെടുത്തി കൈവശം ഇളകി മാറുന്നതും ഇങ്ങനെ അങ്ങനെയുള്ള ശുശ്രൂഷകൾ എന്താണ് അഭിഷിക്തന്മാര് ചെയ്യുന്ന അതേ ശുശ്രൂഷകൾക്കകത്തൊക്കെ എന്നെ ദൈവം പ്രയോജനപ്പെടുത്തി. ഇത് എൻകൗണ്ടറിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കണ്ടപ്പോൾ ദൈവത്തോട് പറഞ്ഞു കർത്താവ് ഒരു ആത്മലോകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിനെ ആ തലത്തിൽ എന്നെ മൂവ് ചെയ്യണം, എന്നോട് ദൈവം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കർത്താവ് എന്നെ ആത്മീയമായി എന്നെ ഒരു ഹയർ മേഖലയ്ക്കകത്തേക്ക് കർത്താവിനെ കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു.
അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സിറ്റുവേഷന്റെ അകത്ത് ഞാൻ പറയുകയാണ്, നമ്മുടെ ലോകത്തെ പരിമിതപ്പെടുത്തി കാണരുത്. ആത്മലോകത്തെ പരിമിതപ്പെടുത്താതെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായ ദൈവിക ശുശ്രൂഷകൾക്കകത്ത് നമുക്ക് പ്രയോജനപ്പെടാൻ പറ്റും. ആത്മലോകത്തെ കാണാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഇങ്ങനെ ഏലിയാവ് പറഞ്ഞൊരു എലീശ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, കർത്താവെ ഇവൻ കാണത്തക്ക വിധത്തിൽ ഇവന്റെ കണ്ണിനെ തുറക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ കാണത്തക്ക വിധത്തിൽ ആരാം സൈന്യം പാഞ്ഞു വരുമ്പോ എലീശ കരയുന്നില്ല, പക്ഷെ ബാലിക്കരൻ കരയാ. യജമാനനെ ആരാം സൈന്യം പാളയത്തിലേക്ക് പാഞ്ഞു വരിക എന്ന് പറഞ്ഞ് അവൻ നിലയിട്ട് കരയുമ്പോ അവൻ പ്രവാചക കർത്താവെ ഇവൻ കാണത്തക്ക വിധത്തിൽ ഇവന്റെ കണ്ണൊന്ന് തുറക്കണം എന്ന് പറഞ്ഞില്ല. അവന്റെ കണ്ണു തുറന്ന് അവൻ പിന്നെ ദൂതൻ സഞ്ചയത്തെ കണ്ടു, മാനമകളും അഗ്നി അശ്വങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. അങ്ങനാണെങ്കിൽ ഓർത്ത് നോക്കിക്കേ, നമ്മൾ അറിയാത്ത ഒരു ആത്മമണ്ഡലം നമ്മുടെ മുമ്പിൽ സജീവമാണ്. ഈ ദിവസങ്ങൾ ഓരോ ദർശനത്തെ നമ്മൾ വാല്യുബിൾ ആക്കണം, അതിനുവേണ്ടി കയറാൻ നമ്മൾ താല്പര്യപ്പെടണം. അങ്ങനെ ആത്മലോക സജീവമായി നമ്മുടെ മുൻപിൽ നിൽപ്പുണ്ട്. നമ്മൾ ആത്മലോകത്തെ പരിമിതപ്പെടുത്തരുത്, നമ്മുടെ അജ്ഞത കൊണ്ട് പരിമിതപ്പെടുത്തരുത്. അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കാൻ നോക്കുവിന്ന. അങ്ങനെയാണെങ്കിൽ ആത്മലോകത്തെ കുറിച്ച് ഒരുപാട് വെളിപ്പാടുകൾ ഇനിയും കർത്താവ് സംസാരിക്കും. ഞാൻ ഇനിയും ഓർക്കുന്ന ഒരുപാട് അങ്ങനെയുള്ള ആത്മീയ മണ്ഡലത്തെ കുറിച്ച് വെളിപ്പാട് എനിക്ക് തരണമെന്ന് ഞാൻ കർത്താവിനോട് പറയാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ പരിമിതികൾക്കകത്ത്. അപ്പം ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ അനുഭവം എന്നൊക്കെ ഓർത്തോണ്ട് ഞാൻ ഇരിക്കുമ്പോ ഒരു ദൈവദാസൻ പറയാ, നിന്നോട് എന്താ സ്വപ്നത്തിൽ കാണുന്നത് ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി കർത്താവ് ആത്മമണ്ഡലത്തിനകത്ത് ഇനിയും നമുക്ക് കർത്താവിനെ അടുത്തറിയാൻ കഴിയും. ക്രിസ്തു ആകുന്ന തലയോടെ നമുക്ക് വളർച്ച പ്രാപിക്കാൻ കഴിയും. ഒരിക്കലും ദൈവത്തെ കുറിച്ചുള്ള അറിവ് നിൽക്കുന്നില്ല, ഒരിക്കലും അനുഭവങ്ങൾ നിൽക്കുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ അനുഭവം ഇത്രയും പാർട്ട് പറഞ്ഞു നിർത്തിയെങ്കിലും ഇനി നാളെ മറ്റൊരു അനുഭവമായിരിക്കും എനിക്ക് പറയാനുള്ളത്. നാളത്തെ കഴിഞ്ഞ് വേറൊരു അനുഭവമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ വേറൊരു അനുഭവമായിരിക്കും. അപ്പൊ അനുഭവം ഒരിക്കലും നിൽക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അനുഭവമാണ് നാളത്തെ നമ്മുടെ ജീവിതത്തിന്റെ കരുത്തായി മാറുന്നത്. അതുകൊണ്ട് എന്റെ കേൾവിക്കാരോട് എനിക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, ഈ അറിവ് നമ്മുടെ അനുഭവത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അനുഭവം നമ്മുടെ അറിവായി മാറും. ഈ അറിവ് അടുത്ത കാലഘട്ടത്തിന്റെ എനർജിയാണ്, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു കൃത്യമായ ഒരു സന്ദേശമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രാപിക്കുക. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്ത, മറ്റുള്ളവരിൽ നിന്ന് കേട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഞാനും നിങ്ങളും വ്യക്തിപരമായി കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ട് അത് ഏൽപ്പിച്ചു കൊടുക്കുക. അത് ഭയങ്കര റിയാലിറ്റിയാണ്, അത് ഭയങ്കര ട്രൂത്താണ്. കർത്താവ് സംസാരിച്ച അതേപടി എനിക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ പ്രദർശനത്തിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ട് വഹിച്ചാൽ പോരാ, ഞാൻ കർത്താവിന്റെ പ്രദർശനമായി മാറണം. ഞാൻ കർത്താവിന്റെ ജീവിതമായി മാറിക്കഴിഞ്ഞാൽ എന്നിലൂടെ ഒരു ട്രൂത്താണ് മറ്റുള്ളവർക്ക് ഡയറക്റ്റ് ചെല്ലുന്നത്. അതാ കർത്താവ് മാംസരക്തങ്ങളോട് അനുവാദം ചോദിക്കുകയോ മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോയിട്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ പൗലോസ് ശക്തിയോടെ തിരിച്ചു വരാൻ കാരണം പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തെ പങ്കുവെച്ചിട്ടാണ് രാജാക്കന്മാരോടൊക്കെ പറയുന്നത്, അല്ലയോ രാജാവേ ഹല്ലേലൂയ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്നെന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടായത് അനുഭവം ഉള്ളതുകൊണ്ട്. ഒരു രാജാവിനോടും അന്തപുരത്തിൽ കയറി ദൂത് പറയാൻ കാരണമായി തീർന്ന എന്താണെന്നറിയാമോ? ശക്തമായിട്ടുള്ള അനുഭവമാണ്. അപ്പൊ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ ഏത് അന്തപുരത്തിനകത്തും കയറി അധികാരത്തോടെ ദൂത് പറയാൻ, അധികാരത്തോടെ സംസാരിക്കാൻ ദൈവം നമുക്ക് തരും. അതെല്ലാം നമ്മുടെ അനുഭവമാണ്. ദൈവം അതിനായിട്ട് നമ്മൾ എല്ലാവരും ഒരുക്കട്ടെ. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അപ്പൊ ഇന്ന് വരുന്ന രോഗമോ, ഇന്ന് വരുന്ന ബാധ്യതയോ, ഇന്ന് വരുന്ന പ്രയാസമോ ഒന്നും ഒരു പ്രയാസമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അത് നാളുകളുടെ നമ്മുടെ എനർജി ആയിട്ട് മാത്രം കരുതുക, അതിനകത്തേക്ക് കയറുക. ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്ന ശ്രേഷ്ഠ കർത്താവിന്റെ ദാസി ജോയ്സ് ആന്റിയോടുള്ള പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. ജോയ്സ് TV ചാനലിനോടുള്ള പ്രത്യേകമായിട്ടുള്ള എന്റെ നന്ദിയെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം എന്നെ കണ്ട് ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ ആളുകളോടും, ലോകത്തുള്ള എല്ലാ ആളുകളോടും എനിക്ക് നന്ദി പറയാനുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായിട്ട് മാനിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിൻ്റെ ആ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ നമുക്ക് അല്പം കേൾക്കുവാനിടയായി തീർന്നു. പ്രിയ കർത്താവിൻ്റെ ദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനെ പിതാവേ, നന്ദിയോടെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. പ്രത്യേക ഇന്ന് കർത്താവ് ഈ പകൽവേള ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത ഓരോ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായിട്ട് ഞങ്ങൾ അത് തുറന്ന് സംസാരിച്ചെങ്കിലും കർത്താവെ, ഇത് അടുത്തൊരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഒരുപാട് പേർക്ക് നിൽക്കാൻ ആവശ്യമാകുന്ന ഒരു ബലമായി, കരുത്തായി, ജീവനായി, ചൈതന്യമായി ഇത് മാറേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷകൾക്കകത്തോട് പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിർവടിയുമായി അനുഗ്രഹ
അനുഗ്രഹീതമായി അത് വെളിപ്പെട്ട് വരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ശ്രമിച്ച എല്ലാവരെയും ദൈവാത്മാവ് അനുഗ്രഹിക്കേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ മൈൻഡിനകത്തൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്. ആരോടും തുറന്നു പറയാത്ത സംഘർഷങ്ങൾ, ആരോടും പറയാൻ പറ്റാത്ത അനുഭവങ്ങൾ, അവൻ ഉറക്കമില്ലാത്ത അനുഭവങ്ങൾ, ഇതിന്റെ നടുവിലെല്ലാം ദൈവത്തിന്റെ കരം ശക്തിയോടെ നിന്റെ മക്കൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തുറന്നു പറയാൻ ആമേൻ രോഗത്തിന്റെ ശൈലിയിലൂടെയൊക്കെ കടന്നുപോയി എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഒരു ഡിവൈൻ ഹെൽത്ത്, ആമേൻ ഹല്ലേലൂയ, അവൻ ഒരു ഡിവൈൻ ഹീലിംഗ് ഇപ്പോൾ അവരുടെ മേൽ സംഭവിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇങ്ങനെ ഒരു അനുഭവത്തെ തുറന്നു പറയാൻ കർത്താവെ ഈ ജോയ്സ് ടിവി ചാനലിലൂടെ അവസരമാക്കിയ കർത്താവിന്റെ ദാസിയോടും എല്ലാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച ഈ മിനിസ്ട്രി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു വലിയ ദൈവിക തുറവ് ഇനിയും ഉണ്ടാകട്ടെ. വലിയ ശക്തമായ ദൈവിക സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ പാകത്തിന് ആത്മമണ്ഡലത്തിൽ വലിയ ദൈവിക ഡെലിവറൻസ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. ഈ മാധ്യമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, കേൾവിക്കാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവാത്മാവ് അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഓക്കെ.